വെൽക്കം ടു എക്സാം വൈൽ ലേണിംഗ്. നമ്മളെ ആനുവൽ എക്സാം ഇതാ തൊട്ടടുത്ത് എത്തി നിൽക്കുകയാണ്. എന്താണ് നമ്മളെ പഠനവും കാര്യങ്ങളൊക്കെ ഫുള്ള് സെറ്റാണോ? എല്ലാം പഠിച്ച് ഓക്കെ ആയിട്ടുണ്ടോ? ഇനി എക്സാമിൻ്റെ ഡേറ്റ് ഉണ്ട് വന്നാൽ മതി. നമ്മൾ തകർത്ത് എഴുതിയിട്ടുണ്ടാവും. A+ അല്ല A++ എഴുതാനുള്ള രൂപത്തിൽ എത്തിയിട്ടുണ്ടോ? ഓക്കെ, അതല്ല ഇനിയും കുറച്ച് ദിവസം കൂടി ഉണ്ടോ? നമുക്ക് ഒന്ന് പ്രൊക്രാസ്റ്റിനേഷൻ നടത്തിക്കാണ്ട് അവിടെ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് സംഗതി ഇല്ലല്ലോ? ഓക്കെ എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെ അല്ലെങ്കിൽ ഓക്കെ ആക്കാനുള്ള ഒരു പരിപാടിയുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. നമ്മുടെ ഷുവർ ഷോർട്സ് ക്വസ്റ്റ്യൻസ് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ഏരിയകൾ നമ്മൾ എന്ത് ചെയ്യാൻ പോണ്? ചോദ്യങ്ങളിലൂടെ അതിൻ്റെ ആൻസറുകൾ നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോവാണ്. ഇത് മാത്രം പഠിച്ചാൽ എന്തായാലും നമുക്ക് എന്ത് ചെയ്യും? ഈ പറഞ്ഞ A+ അടിക്കാനുള്ള എല്ലാ ട്രിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ കെമിസ്ട്രിയിലെ സെക്കൻഡ് പാർട്ടിലുള്ള 3 ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ. ഇതിനൊക്കെയല്ലോ സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടാവുക. ഏതൊക്കെയായിരുന്നു 3 ചാപ്റ്റർ? ആസിഡുകൾ, ആൽക്കലികൾ, ലവണങ്ങൾ അല്ലേ? ആ ചാപ്റ്റർ, അലോഹങ്ങൾ, നോൺ മെറ്റൽസ്, അതേപോലെ വേൾഡ് ഓഫ് കാർബൺ, കാർബണിൻ്റെ ലോകം. അപ്പോൾ ഈ 3 ചാപ്റ്ററിലെ കുറച്ച് ഷുവർ ഷോർട്സ് ക്വസ്റ്റ്യൻസ് ആണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് അവൈലബിൾ ആകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മുടെ ലൈക്ക് ബട്ടൺ ഒന്ന് അടിക്കണം. അതോടൊപ്പം തന്നെ ഒരു 5 സെക്കൻഡിനുള്ളിൽ ഇതൊന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക? ഒന്ന് മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്യണം. നമ്മുടെ ക്ലാസ് ഗ്രൂപ്പിലേക്കും നമ്മുടെ ഫ്രണ്ട്സിലേക്കും നമ്മുടെ സ്റ്റാറ്റസ് ആയിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്യുക. ഏറ്റവും എളുപ്പത്തിൽ സിമ്പിളായിട്ട് നമ്മൾ കെമിസ്ട്രിയിൽ A+ നേടാൻ പോവുകയാണ്. റെഡിയല്ലേ? അപ്പോൾ നമ്മൾ സമയം ഒട്ടും കളയാതെ ബാക്കിയുള്ള വാചകമടികളൊന്നും ഇല്ലാതെ നേരെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ചോദ്യത്തിലേക്ക് പോവുകയാണ്. എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. കയ്യിൽ ഒരു പെന്നും പേപ്പറും ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, അറിയാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക? ഒന്ന് മനസ്സിലാക്കി എഴുതി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മൾക്ക് മുന്നോട്ട് പോകാം. റെഡിയാണല്ലോ? അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് എന്ത് ചെയ്യാം? നീങ്ങാം. ഓക്കെ, ദിസ് ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആസിഡുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമുക്കറിയാം, നമ്മളെ 5ാമത്തെ ചാപ്റ്ററാണ് നമ്മളെ ആസിഡ് ബേസ് സോൾട്ട് എന്നുള്ളത്. ഈ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള ഒരു ചോദ്യമായിരുന്നു. ഞാനിവിടെ കുറേ സെൻറ്റൻസസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ആസിഡുകളുമായി ബന്ധപ്പെട്ട സ്വഭാവങ്ങൾ ഏതെല്ലാമാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മലയാളം മീഡിയംകാർക്ക് മലയാളം ഇവിടെ കൊടുത്തിട്ടുണ്ട്, അപ്പുറത്ത് ഇംഗ്ലീഷ് മീഡിയംകാർക്ക് ഇംഗ്ലീഷും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, തൽക്കാലം ഞാൻ ഇതിലേക്ക് നമ്മുടെ എന്ത് ചെയ്യാം? ഒരു ABCD എന്ന് വളരെ പെട്ടെന്ന് എഴുതിയാൽ നിങ്ങൾക്ക് വേഗത്തിൽ ആൻസറുകൾ കമൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതൊക്കെയാണ് ABCD, അതിൽ ഏതൊക്കെയാണ് ആസിഡുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് എന്ന് ഒന്ന് വേഗത്തിലൊന്ന് കമൻറ്റ് ചെയ്തേ. ഇവിടെ 7 സെൻറ്റൻസുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ പറഞ്ഞതിൽ ഏതെല്ലാമാണ് ആസിഡുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്? സോ ദിസ് ഈസ് A ആൻഡ് ദിസ് ഈസ് B, C, D, E, F ആൻഡ് G. 7 കൊടുത്തിട്ടുണ്ട്. വേഗത്തിൽ പറയണം അതിലേതൊക്കെയാണ് ആസിഡുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്നുള്ളത് ഒന്ന് വേഗത്തിൽ പറയും. യെസ്, നോക്കാം നമുക്ക്. നോക്കിയേ, ആസിഡിൻ്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ് ഇത് അല്ലേ? കാരരുചിയുണ്ട്. ആസിഡിൻ്റെ സ്വഭാവമാണോ? ആൽക്കലൈൻ ടേസ്റ്റ് ആണോ ആസിഡിനുള്ളത്? അല്ല, നമുക്കറിയാം അത് ബേസുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം ഇതല്ല. ഇനി നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു, അത് ആസിഡിൻ്റെ സ്വഭാവമാണ്. നമ്മൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ചുവപ്പ് എന്ന് പറഞ്ഞാൽ ഡേഞ്ചറാണ്. ഒരു സാധനം ഡേഞ്ചർ ആകുന്നുവെങ്കിൽ അതെന്തായിരിക്കും? ആസിഡ് ഡേഞ്ചർ അല്ലേ? അപ്പം നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നതാണ് ഇത് ആസിഡ് ആയിട്ടുള്ളത്. അപ്പോൾ 2ാമത്തെ ആസിഡാണ്. കാർബണേറ്റുമായി പ്രവർത്തിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കും അല്ലേ? നമുക്കറിയാം മാർബിൾ, അതേപോലെ കാൽഷ്യം കാർബണേറ്റ്, കാൽഷ്യം ബൈകാർബണേറ്റ്, സോഡിയം ബൈകാർബണേറ്റ്, നമ്മൾ അപ്പക്കാരം അല്ലേ? ബേക്കിംഗ് സോഡയുമായി പ്രവർത്തിച്ചാൽ എന്തുണ്ടാകും? കാർബൺ ഡൈ ഓക്സൈഡ് ആസിഡുകൾ ഉണ്ടാക്കും. സോ ദിസ് ഈസ് ഓൾസോ ഫോർ നമ്മളെ ആസിഡുമായി ബന്ധപ്പെട്ടാണ്. വഴുവഴുപ്പുണ്ട്. സോപ്പി ടച്ച് ആണോ? അല്ല, അത് സോപ്പുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ? സോപ്പ് എന്താ? ബേസ് ആണ്. അപ്പോൾ ഇതില്ല. ഇനി നെക്സ്റ്റ്, ലോഹങ്ങളുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ വാതകത്തെ സ്വതന്ത്രമാക്കുന്നു. മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്താൽ, ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ്, സോഡിയം, മഗ്നീഷ്യം പോലുള്ള മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്താൽ ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഇതേതാണ്? ആസിഡുമായി ബന്ധപ്പെട്ടത്. നമ്മൾ ഹൈസ്കൂൾ ലൈഫിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഹൈസ്കൂൾ ലൈഫിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണിത്. ഒരു ആസിഡ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്താണ് ഉണ്ടാവുക? ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവുക. പുളി രുചിയുണ്ട് അല്ലേ? സോർ ടേസ്റ്റ് ആണ് ആർക്കുള്ളത്? നമ്മുടെ ആസിഡിനുള്ളത് അല്ലേ? പുളി, നാരങ്ങ, അതിലൊക്കെ എന്തുണ്ട്? ആസിഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പുളി രുചിയുണ്ട്. റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കുന്നു. ചുവന്ന ലിറ്റ്മസിനെ ബ്ലൂ ആക്കുന്നതല്ല, ആസിഡ് അല്ല, അത് ബേസിൻ്റെ
സ്വഭാവമാണ്. അപ്പോൾ ഇത്രയും ആസിഡിൻ്റെയും ബേസിൻ്റെയും പൊതുവായ സ്വഭാവങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ഇനി എന്താണ് മക്കളെ ആസിഡ് എന്ന് പറഞ്ഞാൽ? H+ അയോണുകളെ ഉണ്ടാക്കുന്നവരാണ് ആര്? ആസിഡ് എന്ന് പറഞ്ഞാൽ അല്ലേ? H+ അയോൺസ് ഉണ്ടാക്കുന്നവരാണ് ആസിഡുകൾ. OH- അയോൺസിനെ ഉണ്ടാക്കുന്നവരാണ് ആര്? ബേസ്. ഇതാര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. ആരാണ് ഈ ഞാൻ? ബാക്കിൻ്റെ പേരാണ് അറീനിയസ് അല്ലേ? എൻ്റെ പേരല്ല, അറീനിയസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. ആസിഡ്സ് പ്രൊഡ്യൂസസ് H+ അയോൺ ഇൻ ദെയർ അക്വസ് സൊല്യൂഷൻ ആൻഡ് ബേസസ് പ്രൊഡ്യൂസസ് ഓർ ആൽക്കലീസ് പ്രൊഡ്യൂസസ് OH- അയോൺസ് ഇൻ ദെയർ അക്വസ് സൊല്യൂഷൻ അല്ലേ? ജലീയ ലായനിയിൽ OH- അയോൺസിന് ഉണ്ടാക്കുന്നവരാണ് ബേസസ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയുമാണ് ആസിഡിൻ്റെയും ബേസിൻ്റെയും പ്രഥമമായിട്ടുള്ള കാര്യങ്ങൾ പെട്ടത്. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ചുണ്ണാമ്പ് വെള്ളത്തിലൂടെ ഊതിയാൽ അത് പാൽ നിറമാകുന്നു. ഈ സമയത്ത് രൂപപ്പെടുന്ന പദാർത്ഥം ഏതാണ്? ഇത് നമ്മൾ എവിടെ പഠിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, കാൽഷ്യം കാർബണേറ്റ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ ആരുണ്ടാകും? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും. അതേപോലെയുള്ള അവസ്ഥയാണ് എന്ത്? നമ്മുടെ വായുവിൽ നമുക്കറിയാം, നമ്മൾ പുറത്തേക്ക് എന്ത് വിടുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് വിടുന്നുണ്ട്. ആ കാർബൺ ഡൈ ഓക്സൈഡ് ചുണ്ണാമ്പ് വെള്ളത്തിലൂടെ, ചുണ്ണാമ്പ് വെള്ളം എന്ന് പറഞ്ഞാൽ ലൈം വാട്ടറിലൂടെ നമ്മൾ കടത്തിവിട്ടാൽ അത് എന്താകുന്നു? പാൽ നിറമാകുന്നു. എന്താണ് അതിന് കാരണം? നമുക്കറിയാം, കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തെ തിരിച്ചറിയുവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പരീക്ഷണം നമ്മൾ ചെയ്യുക. ഈ പറഞ്ഞതിൽ ആരായിരിക്കും ഉത്തരം? യെസ്, കാൽസ്യം കാർബണേറ്റ് ആയിരിക്കും കേട്ടോ. കാരണം എന്താ അറിയോ? ലൈം വാട്ടർ എന്ന് പറഞ്ഞാൽ മക്കളെ, ലൈം വാട്ടർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ പറഞ്ഞ നമ്മുടെ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. അപ്പം കാൽഷ്യം ഹൈഡ്രോക്സൈഡിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വാതകം കടത്തിവിട്ട് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ആരാ കിട്ടുക? CaCO3 കിട്ടും. കാൽഷ്യം കാർബണേറ്റ് കിട്ടും. അതാണ് ഈ പറഞ്ഞ ചുണ്ണാമ്പ് വെള്ളം പാൽ നിറമായി മാറാൻ കാരണമായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിലായിരിക്കും എന്ത് ചെയ്യുക? നമ്മൾ ബ്ലോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തെ ഈ പറഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കടത്തിവിട്ടാൽ ഈ രൂപത്തിൽ പാൽ നിറമായിട്ട് മാറും. ഇതെവിടെ പഠിച്ചായിരുന്നു നമ്മൾ? കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തെ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളിടത്താണ് ഇത് പഠിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: അമ്ലമഴയ്ക്ക് കാരണമായി തീരുന്ന വാതകങ്ങൾ ഏതെല്ലാമാണ്? ഏതൊക്കെയാണ്? അമ്ലമഴ എങ്ങനെ ഉണ്ടാവുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. നൈട്രജൻ്റെ ഡയോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, ഇതൊക്കെയാണ് എന്ത് ചെയ്യുക? നേരെ ആകാശത്തേക്ക് പോകും. ഇതൊക്കെ എവിടെ ഉണ്ടാവുക? നമുക്കറിയാം, വ്യവസായശാലകളിൽ, അതേപോലെ തന്നെ വാഹനങ്ങളിൽ നിന്നൊക്കെ പുറത്തു വരുന്ന ഈ രണ്ട് വാതകങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അന്തരീക്ഷത്തിൽ എന്ത് ചെയ്യുന്നു? നേരെ എത്തുന്നു. കാറ്റവയെ കൊണ്ടുപോയി വെള്ളവുമായിട്ട് ലയിപ്പിക്കുന്നു. അപ്പോൾ നമുക്കറിയാം, SO2 വാതകമുണ്ട്. ഈ SO2 വാതകം മഴവെള്ളത്തിൽ ലയിച്ചു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ ആസിഡ് H2SO3. സൾഫ്യൂറസ് ആസിഡ് ആണ് കിട്ടുക. H2SO4 ആണ് മക്കളെ സൾഫ്യൂരിക്, ഇത് സൾഫ്യൂറസ്. എന്നാൽ NO2 ആണെങ്കിലോ, നൈട്രജൻ ഡയോക്സൈഡിന്റെ വാതകങ്ങളൊക്കെ ആണെങ്കിൽ എന്താ കിട്ടുക? മഴവെള്ളവുമായി കൂടിച്ചേർന്നാൽ വി വിൽ ഗെറ്റ് HNO3 നൈട്രിക് ആസിഡ് കിട്ടും. അപ്പോൾ ഇത് രണ്ടുമാണ് എന്താണ് അമ്ലമഴയായി താഴേക്ക് വീഴുന്നത്. ഇനി എന്താണ് ആസിഡ്, എന്താണ് ബേസ്, എന്താണ് സാൾട്ട്? ഞാൻ ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ചാപ്റ്ററാണ്. കാരണം ഈ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിലെ ഒരു പകുതി ശതമാനം കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാകും. എന്തുകൊണ്ട് അങ്ങനെ പറയാറിയോ? കെമിസ്ട്രി എപ്പോഴാണ് നമുക്ക് ഇഷ്ടമില്ലാതെ പോവാടാ? കെമിസ്ട്രി എപ്പോഴാണ് നമുക്ക് ഇഷ്ടമില്ലാതെ പോവുക? ഒരു സംഗതിയെ പേര് കേട്ട് കഴിഞ്ഞാൽ ഇതെന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടാവില്ല. എന്നാൽ നമുക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെങ്കിൽ അസറ്റിക് ആസിഡ് എന്ന് കേൾക്കുമ്പോൾ അത് ആസിഡ് ആണെന്നും, എന്നാൽ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് കേൾക്കുമ്പോൾ അത് ബേസ് ആണെന്നും, അതല്ല മഗ്നീഷ്യം സൾഫേറ്റ് അല്ലെങ്കിൽ കാൽഷ്യം കാർബണേറ്റ്, സോഡിയം നൈട്രേറ്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ അതൊരു സോൾട്ടാണ്, ലവണമാണെന്നും തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്യും? ഒരു ഇഷ്ടക്കേട് ഉണ്ടാകും. പക്ഷേ നമുക്ക് ഇവിടെ കൃത്യമായി നമുക്ക് തിരിച്ചറിയണം എന്താണ് ഒരു ആസിഡും ബേസും സാൾട്ടും തമ്മിലുള്ള വ്യത്യാസം. ഒരു എക്സാമ്പിൾ പറയുന്നത് നമുക്കറിയാം, ആസിഡിൻ്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു HCl. ഈ പറഞ്ഞ HCl നമുക്കറിയാം ആസിഡ് ആണ്. HCl നമുക്കറിയാം ജലത്തിൽ ലയിച്ചു കഴിഞ്ഞാൽ ആരെല്ലാം ഉണ്ടാകും? H+ ഉണ്ടാകും, Cl- ഉണ്ടാകും അല്ലേ? H+ ഉണ്ടാകും, Cl- ഉണ്ടാകും. അപ്പോൾ നമ്മൾ പറഞ്ഞു H+ അയോണുകളെ, ഹൈഡ്രജൻ അയോണുകളെ ഉണ്ടാക്കുന്നവരാണ് ആസിഡ്. എന്നാൽ ഒരു ബേസ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ NaOH ജലത്തിൽ
കഴിച്ചാൽ എന്തൊക്കെ ഉണ്ടാവുക? Na+ ഉണ്ടാകും, അതേപോലെ തന്നെ OH- അയോണുകൾ ഉണ്ടാകും. അപ്പൊ അവരെ OH- അയോണുകൾ ഉണ്ടാക്കുന്നവരാണ് ബേസ്. ഈ ഒരു സോൾട്ട് ആണെങ്കിലോ, എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ് Na+ ഉണ്ടാകും, അതേപോലെ തന്നെ Cl- ഉണ്ടാകും. എപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആസിഡിൽ എന്തായാലും ഒരു H+ ഉണ്ടാകും, ബേസിൽ എന്തായാലും ഒരു OH- ഉണ്ടാകും. സോൾട്ട് ആണെങ്കിൽ നമുക്കറിയാം ഒരു പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാവുന്നുണ്ട്. പോസിറ്റീവ് അയോൺസിനെ നമ്മൾ വിളിച്ച പേരായിരുന്നു കാറ്റയോൺ, നെഗറ്റീവ് അയോൺസിനെ നമ്മൾ വിളിച്ച പേരായിരുന്നു ആനിയോൺ. അപ്പോൾ ഒരു സാധനം കേട്ടാൽ ഇതിൽ ആസിഡ് നമുക്ക് കുറേ പരിചയമുണ്ട് അല്ലേ? നൈട്രിക് ആസിഡ്, ഫോസ്ഫോറിക് ആസിഡ്, അസറ്റിക് ആസിഡ് ഒക്കെ. ബേസ് നമുക്കറിയാം എപ്പോഴും ഒരു OH അവസാനം ഉണ്ടാവും. ഹൈഡ്രോക്സൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഒക്കെ. സാൾട്ടാണ് ഒരു കുട്ടിക്ക് ഏറ്റവും കൂടുതൽ പ്രയാസം പൊതുവെ ഉണ്ടാക്കല്. സാൾട്ട് അറിയുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോണേ, 4 പേരായിരിക്കും. അതിൻ്റെ തുടക്കത്തിൽ, ഒരു സാൾട്ടിൻ്റെ തുടക്കത്തിൽ ഒരു മെറ്റൽ മിക്കവാറും ഉണ്ടാകും. സോഡിയം, മഗ്നീഷ്യം, കാൽഷ്യം, പൊട്ടാസ്യം പോലെയുള്ളത്. എന്നാൽ അതിൻ്റെ ആനിയോണായിട്ട്, നെഗറ്റീവ് അയോണായിട്ട് വരുന്ന ആളുകൾ 4 ആൾക്കാരുണ്ടാവുക. ഒന്നുകിൽ ക്ലോറൈഡ്, അല്ലെങ്കിൽ സൾഫേറ്റ്, അല്ലെങ്കിൽ നൈട്രേറ്റ്, അല്ലെങ്കിൽ കാർബണേറ്റ്, വേണമെങ്കിൽ ഫോസ്ഫേറ്റും കൂടി നമുക്ക് ചേർക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നത് സോഡിയത്തിൻ്റെ സോൾട്ട് പറഞ്ഞാൽ ഇതെന്തോട് പറഞ്ഞു വെച്ചാൽ, ഒരു കുട്ടിക്ക് പലപ്പോഴും നമ്മളൊക്കെ പഠിപ്പിക്കുമ്പോൾ സോൾട്ടിൻ്റെ പേര് വന്നാൽ അത് സോൾട്ടാണെന്ന് തിരിച്ചറിയാൻ പോലും പലപ്പോഴും കുട്ടികൾക്ക് പറ്റാറില്ല. നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾ പഠിക്കുന്ന ആളുകളായതുകൊണ്ട് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കണം. സോഡിയത്തിൻ്റെ ലവണങ്ങൾ സോൾട്ട് പറഞ്ഞാൽ ആരൊക്കെയാ? സോഡിയം ക്ലോറൈഡ് ആവാം, അത് മാത്രമാണോ? അല്ല, സോഡിയം നൈട്രേറ്റ് ആകാം, സോഡിയം കാർബണേറ്റ് ആവാം, സോഡിയം സൾഫേറ്റ് ആകാം, ഇതൊക്കെ ആകാം. കാൽഷ്യത്തിൻ്റെ സാൾട്ടുകൾ ഏതൊക്കെയാ? കാൽഷ്യം സൾഫേറ്റ്, കാൽഷ്യം കാർബണേറ്റ്, കാൽഷ്യം നൈട്രേറ്റ്, കാൽഷ്യം ക്ലോറൈഡ്. അപ്പോൾ ഈ 4 ആളുകൾ വരുമ്പോഴാണ് പൊതുവെ എന്ത് പറയാറുള്ളത്? നമ്മൾ സോൾട്ടുകൾ എന്ന് എന്ത് ചെയ്യാറുള്ളത്? പറയാറുള്ളത്. അത് കൃത്യമായി ധാരണ ഉണ്ടാവണം, എങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ചാപ്റ്റർ ഇനിയും കെമിസ്ട്രി പഠിക്കുന്ന സമയത്ത് മുന്നോട്ട് പോവുക. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഫോർമുല ഓഫ് സം ആസിഡ്സ് ആർ ഗിവൺ. കുറച്ച് ആസിഡുകളുടെ പേരുകളുണ്ട്. പേര് പറയാൻ പറ്റുമോ? നൈട്രിക് ആസിഡ് ആണിത്, ഫോസ്ഫോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, കാർബോണിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇതിലെ ആരാണ് ഡൈബേസിക് ആയ ആസിഡുകൾ? നമ്മൾ പഠിച്ചിരുന്നു ഡൈബേസിക്കും ട്രൈബേസിക്കും മോണോബേസിക്കും ഒക്കെ അല്ലേ? മോണോബേസിക് പറഞ്ഞാൽ ഒരു H+ അയോണിനെ മാത്രം ഉണ്ടാക്കുന്നവരാണ് മോണോബേസിക്. HCl ഒരു H+ ഉള്ളൂ. അപ്പോൾ എന്തായിരിക്കും? ഈ പറഞ്ഞ മോണോബേസിക് ആയിരിക്കും HCl. വേറെ ആരെയും മോണോബേസിക് ആരാ? HNO3 മോണോബേസിക് ആണ്, കാരണം എന്തേ? ഒരു H+ ഉണ്ടാക്കുള്ളൂ. ഡൈബേസിക് ആയിട്ട് ആരൊക്കെ ഉണ്ടാവുക? H2SO4ഉം H2CO3ഉം, കാരണം എന്തേ? 2 ഹൈഡ്രജൻ അയോൺ ഉണ്ട്. അപ്പോൾ H2SO4 അത് അക്വസ് സൊല്യൂഷനിൽ, ജലീയ ലായനിയിൽ 2 H+കളും ഒരു SO4 2- ഉണ്ടാവുക. അതേപോലെ തന്നെ കാർബോണിക് ആസിഡും അല്ലെ? സോഡ വാട്ടറാണ് ആര്? കാർബോണിക് ആസിഡ്. കാർബൺ ഡൈ ഓക്സൈഡിനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്താൽ H2CO3 ഉണ്ടാകും. യെസ്, അപ്പോൾ ഡൈബേസിക് ഇവരാണ്. H3PO4 ആരാ മക്കളെ? ഫോസ്ഫോറിക് ആസിഡ് ആണ്. ഇറ്റ് ഈസ് എ ട്രൈബേസിക് ആസിഡ് ആണ്. ഹൗ മെനി ടൈപ്പ് ഓഫ് സോൾട്ട് ക്യാൻ ഫോംഡ് ബൈ ഡൈബേസിക് ആസിഡ്? എത്ര ഉണ്ടാക്കാൻ പറ്റും അല്ലേ? ഇതിൽ നമുക്കറിയാം H2SO4 ആദ്യം ഡിവൈഡ് ചെയ്താൽ ഒരു H+ ഉണ്ടാകും. ഒരു H+ ആണ് ആദ്യം ഉണ്ടാവുക. ഒരു H+ ഉണ്ടായി കഴിഞ്ഞാൽ ബാക്കി നമുക്കറിയാം HSO4 അവിടെ ബാക്കി ഉണ്ടാകും അല്ലേ? ഒരു H+ഉം ഒരു HSO4- അല്ലേ? ഇയാൾ നമുക്ക് ബൈസൾഫേറ്റ് അയോൺ എന്ന് വിളിക്കല്. ബൈസൾഫേറ്റ് അയോണിന്റെ HSO4- ആയിരിക്കും വരിക. എന്നാൽ ഈ HSO4 എന്ത് ചെയ്യും അറിയോ? വീണ്ടും വിഘടിക്കും. എന്നിട്ടാണ് നമുക്ക് എന്ത് കിട്ടുക? അടുത്തൊരു H+ഉം SO4 2- സൾഫേറ്റ് അയോണും ഉണ്ടാവല്. ഓക്കെ, അപ്പോൾ എത്ര സോൾട്ട് ഉണ്ടാക്കാൻ പറ്റും? H2SO4 വെച്ച് കണ്ട് 2 സോൾട്ട് ഉണ്ടാക്കാൻ പറ്റും. കാരണം എന്തേ? അതിൽ 2 ഹൈഡ്രജൻ അയോണുകൾ ഉണ്ട്. ഒന്ന് സൾഫേറ്റ് അയോണുകൾ ഉണ്ടാക്കുന്നതുണ്ട്, അതേപോലെ തന്നെ ബൈസൾഫേറ്റ് അയോണുകളും ഉണ്ട്. ഇവർ 2 പേരെയും വെച്ച് നമുക്ക് എത്ര സാൾട്ട് ഉണ്ടാക്കാം? 2 സാൾട്ടുകൾ ഉണ്ടാക്കാം. മോണോബേസിക് ആയിട്ട് ഒരു സാൾട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഫോസ്ഫോറിക് ആസിഡ് ട്രൈബേസിക് ആസിഡ് ആണെങ്കിൽ നമുക്ക് എത്ര ഉണ്ടാക്കാൻ പറ്റും? 3 സോൾട്ടുകളെ. എത്ര H+ ഉണ്ടാവണമോ അത്രയും സോൾട്ടുകളെ, അത്രയും ലവണങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചില ഓക്സൈഡുകൾ നൽകിയിട്ടുണ്ട്. സോഡിയം ഓക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, മഗ്നീഷ്യം ഓക്സൈഡ്. ഇതിൽ ബേസിക് ഓക്സൈഡുകൾ ആരെല്ലാമാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ. വേഗത്തിലൊന്ന് ആൻസർ പറഞ്ഞോടാ. വീഡിയോക്ക് വേഗത്തിലൊന്ന് കമൻറ്റ് ചെയ്യേ. ഇതിൽ ആരൊക്കെയാണ് ഈ പറഞ്ഞതിൽ ബേസിക്
ബേസിക് ഓക്സൈഡുകൾ ആരെല്ലാം എന്നാണ്. എടാ ബേസിക് ഓക്സൈഡ് നമ്മൾ പഠിച്ച പോയിന്റ് എന്താ മെറ്റാലിക് ഓക്സൈഡുകൾ, ലോഹ ഓക്സൈഡുകളൊക്കെ ഏതായിരിക്കും? അത് ബേസിക് ആയിരിക്കും. നോൺ മെറ്റാലിക് ഓക്സൈഡുകളൊക്കെ എന്തായിരിക്കും? അസിഡിക് ആയിരിക്കും. അലോഹ ഓക്സൈഡുകളൊക്കെ അസിഡിക് ആയിരിക്കും. എടാ നോക്കിയേ, ബേസിക് ഓക്സൈഡ് ഇതിലാണ് വരുന്നത് സോഡിയം ഓക്സൈഡ്, മെറ്റാലിക് ആണ്. MgO മെറ്റാലിക് ആണ് അല്ലേ? മഗ്നീഷ്യം, സോഡിയം, കാൽഷ്യം, പൊട്ടാസ്യം, ഇതിൻ്റെയൊക്കെ ഓക്സൈഡുകളൊക്കെ എന്തായിരിക്കും? ബേസിക് ആയിരിക്കും. ഇനി ഇതിലോ നൈട്രജൻ ഡയോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, നമ്മൾ നേരത്തെ പറഞ്ഞു അമ്ലമഴക്കൊക്കെ കാരണം ആരാ അല്ലേ? നൈട്രജൻ ഡയോക്സൈഡും സൾഫർ ഡയോക്സൈഡും ആണല്ലോ. അതേപോലെ സോഡാ വാട്ടർ അസിഡിക് അല്ലേ? കാർബൺ ഡയോക്സൈഡ്, അവരൊക്കെയാണ് എന്ത്? അസിഡിക് സ്വഭാവമുള്ള ആളുകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡിന്റെ ജലീയ ലായനിയുടെ പേരെന്ത്? കാർബൺ ഡൈ ഓക്സൈഡ് ആരാ? CO2. ഈ പറഞ്ഞ അലോഹ ഓക്സൈഡുകൾക്ക് അസിഡിക് സ്വഭാവമാണ്. അപ്പൊ ഇത് ജലത്തിൽ ലയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? H2CO3, കാർബോണിക് ആസിഡ് അഥവാ സോഡ വാട്ടർ ആയിരിക്കും മക്കളെ ഇവിടെ ഉൽപ്പന്നമായിട്ട് ഉണ്ടാവുക. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണത്, ആൻസർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ pH വാല്യൂയിലേക്ക് പോവാണ്. pH വാല്യൂ ഓഫ് സർട്ടൺ സബ്സ്റ്റൻസസ് ആർ ഗിവൺ. A1 ആണ്, B6 ആണ്, C7 ആണ്, D9 ആണ്, E14 ആണ്. വിച്ച് ഓഫ് ദീസ് ഈസ് ദ സ്ട്രോങ്സ്റ്റ് ആൽക്കലി? ഇതിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ആൽക്കലി വേഗം കമന്റ് ചെയ്യണം, വേഗം കമന്റ് ചെയ്യേ. ഇതിലെ A ക്വസ്റ്റ്യൻ്റെയും B ക്വസ്റ്റ്യൻ്റെയും C ക്വസ്റ്റ്യൻ്റെയും D ക്വസ്റ്റ്യൻ്റെയും ഉത്തരങ്ങൾ വേഗത്തിൽ ഒന്ന് കമന്റ് ചെയ്തേ. നിങ്ങൾക്ക് അറിയുമോ എന്ന് നോക്കട്ടെ, വേഗത്തിൽ കമന്റ് ചെയ്യേ. യെസ്, ഇതിലെ നമുക്കറിയാം ഈ പറഞ്ഞ pH വാല്യൂവിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയാൽ നമുക്കറിയാൻ പറ്റും. pH വാല്യൂ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 0 മുതൽ 14 വരെ, അല്ലെങ്കിൽ 1 മുതൽ 14 വരെയാണ് വാല്യൂ ഉണ്ടാവുക. അതിലെ 7 ആണ് ഇത് ന്യൂട്രൽ ആയിട്ട് ഉണ്ടാവുക. 7ൽ നിന്ന് 1ലേക്ക് പോകുന്തോറും അസിഡിക് സ്വഭാവം കൂടിക്കൂടി വരും. അഥവാ 1, 2 ഒക്കെ വരുന്ന ആളുകൾക്കായിരിക്കും ഹൈലി അസിഡിക്. ഇവിടെ 6, 5 ഒക്കെ ആണെങ്കിൽ സ്ലൈറ്റ്ലി അസിഡിക് അല്ലേ? വളരെയധികം അസിഡിറ്റി കൂടുതൽ ഇങ്ങോട്ടായിരിക്കും. എന്നാൽ 7ൽ നിന്ന് pH വാല്യൂ കൂടുന്തോറും എന്ത് ചെയ്യും? ആൽക്കലൈൻ സ്വഭാവം കൂടിക്കൊണ്ടിരിക്കും. 13, 14 ഒക്കെ ആയിരിക്കും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആൽക്കലികൾ. എന്നാൽ 8, 9 ഒക്കെ എന്താണ്? സ്ലൈറ്റ് ആയിട്ടുള്ള ആൽക്കലിയാണ്. അപ്പോൾ നമുക്ക് ഈ ചോദ്യത്തിലേക്ക് പോകാം. ഇതിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആൽക്കലി എന്ന് പറയുമ്പോൾ 14ലേക്ക് കൂടുതൽ അടുക്കണം മക്കളെ. ആരാണ് സ്ട്രോങ്ങസ്റ്റ് ആൽക്കലി? E ആണ് ഇവിടുത്തെ സ്ട്രോങ്ങസ്റ്റ് ആൽക്കലി ആയിട്ട് ഉണ്ടാവുക. ഇനി ഇതിലെ പൊട്ടാഷ്യം ക്ലോറൈഡ് സൊല്യൂഷൻ്റെ ഇതിൽ ഒന്നുണ്ട്. ABCDEയിൽ ഒരാൾ പൊട്ടാഷ്യം ക്ലോറൈഡ് ആണ്. ആരാ പൊട്ടാഷ്യം ക്ലോറൈഡ്? KCl ആണ് പൊട്ടാഷ്യം ക്ലോറൈഡ്. എടാ ഒരു സോൾട്ട് ആണ് ഇയാൾ. സോൾട്ട് ലവണത്തിന്റെ pH എപ്പോഴും എന്തായിരിക്കും? 7 ആയിരിക്കും കേട്ടോ. ഒരു ജലം, അതേപോലെ തന്നെ സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ് പോലെയുള്ള ലവണങ്ങളുടെ pH എത്രയായിരിക്കും? 7 ആയിരിക്കും. അപ്പൊ ഇതിലെ ഉത്തരം C ആണ് കറക്റ്റ് ആൻസർ. C ആണ് ഇതിലെ പൊട്ടാസ്യം ക്ലോറൈഡ് ഉണ്ടാവുക. ഗിവ് എനി 2 പ്രോപ്പർട്ടീസ് ഓഫ് കോമ്പൗണ്ട്സ് ബിലോങ്ങിങ് ദ കാറ്റഗറി ഓഫ് എ. എന്ന് പറയുന്ന ആളുടെ എന്താ ചെയ്യുക? 2 പ്രോപ്പർട്ടി. നോക്കിയേ, നമുക്കറിയാം A1 ആണ് വരുന്നത്. 1 എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രോങ് ആസിഡ് ആണ്. ആസിഡിന്റെ സ്വഭാവം എന്താ? നമ്മൾ നേരത്തെ കുറേ പഠിച്ചതാണ് അല്ലേ? സോർ ടേസ്റ്റ് ആണ്, പുളിരുചിയാണ്. അതോടൊപ്പം തന്നെ എന്തും കിട്ടും? H+ അയോണുകൾ ഉണ്ടാക്കുന്നവരാണ്. അതേപോലെ തന്നെ കൊറോസീവ് നേച്ചർ ഉണ്ട്. അങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൊതുവെ നമ്മൾ നേരത്തെ പഠിച്ച ആസിഡിന്റെ സ്വഭാവങ്ങളൊക്കെ പറയാൻ പറ്റും. മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്താൽ ഹൈഡ്രജൻ വാതകം ഉണ്ടാക്കൊക്കെ പറയാം. ഓക്കെ, ഇനി നെയിം എ സബ്സ്റ്റൻസ് കോമൺലി ആഡഡ് ടു സോയിൽ വെൻ ദ pH ഓഫ് ദ സോയിൽ ഡിക്രീസസ്. അസിഡിറ്റി സോയിലിലെ pH കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്ന വസ്തു ഇതിൽ ആരായിരിക്കും മക്കളെ? D ആയിരിക്കും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ അതിന്റെ പേര് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുക അല്ലെ? കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? ആഡ് ചെയ്യാറുള്ളത് അല്ലെ? കാൽഷ്യം ഹൈഡ്രോക്സൈഡ് അല്ലെ? നമ്മൾ സാധാരണ പറയാറുണ്ട് കർഷകർ എന്തിനാണ് കൃഷിയിടത്തിൽ കുമ്മായം വിതറുന്നത് അല്ലെ? സ്പ്രിംഗ്ലിംഗ് സ്ലൈക്കഡ് ലൈം അവരെന്ത് ചെയ്യാറുണ്ട്? ഉപയോഗിക്കാറുണ്ട്. എന്തിനായിരിക്കും? കാരണം മക്കളെ ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന സാധനം എന്താണ്? ഒരു ആൽക്കലിയാണ്. അപ്പൊ നമുക്കറിയാം pH മണ്ണിലെ ആസിഡിക് സ്വഭാവം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നത് pHന്റെ വാല്യൂ ഇങ്ങനെ കുറയും അല്ലെ? 7നേക്കാളും കുറവായിരിക്കും. ചിലപ്പോൾ 5, 6 ഒക്കെ ആയിരിക്കും മണ്ണിന്റെ pH ഉണ്ടാവുക. അതിന് നമുക്ക് എന്ത് ചെയ്യണം? കൃഷിക്ക് അനുയോജ്യമായത് pH ന്യൂട്രൽ ആവണം. അപ്പൊ 5 ഒക്കെ ഉള്ള മണ്ണ് എന്തായി മാറണം? 7 ആക്കിയിട്ട് ന്യൂട്രൽ സ്വഭാവത്തിലേക്ക് മാറണം എന്നുണ്ടെങ്കിൽ അതിന്റെ pH നമുക്ക് എന്ത് ചെയ്യണം? കൂട്ടണം.
അപ്പോൾ pH കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിലേക്ക് ആൽക്കലി ചേർക്കും. ഓക്കെ, ആൽക്കലി ചേർക്കുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ ഈ പറഞ്ഞ കുമ്മായം അല്ലെങ്കിൽ സ്ലൈക്കഡ് ലൈമാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, ആഡ് ചെയ്യാറുള്ളത്. അപ്പോൾ pH ന്യൂട്രൽ ആയിക്കോളും. അപ്പോൾ ഇവിടെ ഏത് റിയാക്ഷൻ നടക്കുന്നത് മക്കളെ, ഏത് റിയാക്ഷൻ ആയിരിക്കും, നിർവീര്യകരണം അല്ലെ, ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ആണ് നടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ന്യൂട്രലൈസേഷനുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം നമുക്ക് പറഞ്ഞു നോക്കാം. വേഗത്തിൽ ഇതിന്റെ ഉത്തരം എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ചെയ്യുക. നമുക്ക് ക്വിക്കായിട്ട് എന്ത് ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, NaOHും HClഉം കൂടി ചേരുമ്പോൾ Xും H2Oയും കൂട്ടി എക്സ് ആരാണ്, NaOH ഒരു ആസിഡ്, ഒരു ബേസ് ആണ്, HCl ആസിഡ് ആണ്. ഒരു ആസിഡും ബേസും കൂടി ചേർന്നാൽ ആസിഡിലുള്ള എച്ചും ആൽക്കലിയുള്ള OHും കൂടി ചേർന്നാൽ H2O ഉണ്ടാകും. ബാക്കി സോഡിയം ഉണ്ട്, അതേപോലെ Cl ഉണ്ട്. അപ്പോൾ ആരായിരിക്കും കിട്ടുക, സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന NaCl ആണ് കിട്ടുക. ഈ രൂപത്തിലായിരിക്കും ഉണ്ടാവുക. ഈ രാസപ്രവർത്തനം ഏത് പേരിൽ അറിയപ്പെടുന്നു, ന്യൂട്രലൈസേഷൻ അല്ലെ, നിർവീര്യകരണ പ്രക്രിയയാണ് നടക്കുന്നത്. നിർവീര്യകരണ പ്രക്രിയ ഈ പറഞ്ഞതിൽ നമുക്കറിയാം ബി ആണ് ഓപ്ഷൻ. ഓക്കെ, ഇനി കാൽഷ്യം സൾഫേറ്റ് ലവണം ലഭിക്കാൻ ഏതെല്ലാം ആസിഡ് ആൽക്കലി ഉപയോഗിക്കണം? എടാ അതിന് സിമ്പിളാണ്. നമ്മൾക്ക് കിട്ടുന്ന ലവണം ഉണ്ടല്ലോ, ലവണത്തിലെ കാറ്റയോൺ പോസിറ്റീവ് അയോണ് എപ്പോഴും ആൽക്കലിയിൽ നിന്നായിരിക്കും വരിക. ലവണത്തിലെ കാറ്റയോണ് ആൽക്കലിയിൽ നിന്ന്. ലവണത്തിലെ ആനയോൺ ഉണ്ടല്ലോ Cl- അതെപ്പോഴും ആസിഡ് നിന്നായിരിക്കും വന്നിട്ടുണ്ടാവുക. എങ്കിൽ പറയും മക്കളെ, കാൽഷ്യം സൾഫേറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ കാൽഷ്യം വെച്ചുള്ള കാൽഷ്യം നമുക്കറിയാം 2+ ആണ്, സൾഫേറ്റ് 2- ആണ്. കാൽഷ്യം എവിടെ നിന്നായിരിക്കും വന്നിട്ടുണ്ടാവുക അല്ലെ, ഒരു ബേസിൽ നിന്നായിരിക്കും. കാൽഷ്യം വെച്ചുള്ള ബേസ് ആരാടാ, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ബേസ് കണ്ടുപിടിക്കുക എളുപ്പമല്ലേ, ഹൈഡ്രോക്സൈഡ് നേരെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനിയോ സൾഫേറ്റ് ഉണ്ട് മക്കളെ, സൾഫേറ്റ് നമുക്ക് കിട്ടും. സൾഫേറ്റ് വെച്ചുള്ള ആസിഡ് ആരാടാ, H2SO4, സൾഫ്യൂരിക് ആസിഡ് ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ കാൽഷ്യം ക്ലോറൈഡ് ആണെങ്കിലോ H2SO4 പകരം HCl എടുക്കണം. കാൽഷ്യം കാർബണേറ്റ് ആണെങ്കിലോ കാർബണേറ്റ് വരുന്ന ആസിഡ് ആരാ, H2CO3, കാർബോണിക് ആസിഡ് എടുക്കണം. അപ്പൊ ആരാണോ തന്നിട്ടുള്ളത് അതിലെ പോസിറ്റീവായ ആള് ആൽക്കലിയിൽ നിന്നും നെഗറ്റീവായ ആനയോൺ ആസിഡിൽ നിന്നായിരിക്കും വന്നിട്ടുണ്ടാവുക എന്ന് കൃത്യമായി മനസ്സിലാക്കിയാൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ഇതൊക്കെ എക്സാം ചോദിച്ചിട്ടുണ്ടോ, കഴിഞ്ഞ 2-3 വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളാണ് ഇതൊക്കെ. അത് വെച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇത് നമ്മൾ ക്വസ്റ്റ്യൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് ലവണങ്ങൾ എന്നുള്ള ഭാഗം ഉണ്ടല്ലോ. അപ്പക്കാരം, അലക്കുകാരം എന്നിവ കാർബൺ അടങ്ങിയ സംയുക്തങ്ങളാണ്. അപ്പക്കാരത്തിന്റെ രാസസൂത്രം എന്ത്? ഈ സംയുക്തങ്ങൾ ആസിഡുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഏത്? ആരാ മക്കളെ അപ്പക്കാരം? സോഡിയം, ബാക്കി പറയും, സോഡിയം ബൈകാർബണേറ്റ്. അലക്കുകാരമാണ്, വാഷിംഗ് സോഡയാണ് സോഡിയം കാർബണേറ്റ്. അപ്പക്കാരം ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് ഒരു ബൈയും കൂടി ചേർത്താൽ മതി, സോഡിയം ബൈകാർബണേറ്റ് ആണ് ആര്, അപ്പക്കാരം അഥവാ ബേക്കിംഗ് സോഡ കേട്ടോ. അപ്പൊ ബൈകാർബണേറ്റ് ഉണ്ട്, ബൈകാർബണേറ്റ് ആസിഡുമായി പ്രവർത്തിച്ചാൽ ആരെ കിട്ടും? നമ്മൾ പറഞ്ഞു കാർബണേറ്റോ ബൈകാർബണേറ്റോ ആസിഡുമായി പ്രവർത്തിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും കിട്ടുക. ലവണങ്ങളുടെ പേരുകൾ ഒന്ന് നോക്കണതല്ല മക്കളെ, ലവണങ്ങളുടെ പേരുകൾ ഒന്ന് നോക്കുന്നത് നല്ലതാണ്. ആരൊക്കെയാണ് ലവണങ്ങളായിട്ടുള്ളത് അല്ലെ? ഒരുപാട് ലവണങ്ങളുണ്ട്. അതിലെ നമുക്ക് കൃത്യമായിട്ട് ഒരു 3 ആൾക്കാർ നിർവചനം പഠിച്ചേക്കണം. ആരൊക്കെയാ? ഒന്ന് സോഡിയം ക്ലോറൈഡ്, NaCl അല്ലെ, എല്ലാവർക്കും അറിയാം സോഡിയം ക്ലോറൈഡ്, ഉപ്പ്. വേറൊന്ന് KCl ഉണ്ട് അല്ലെ. KClന് പേരെന്താ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലെ, സിൽവിൻ എന്ന പേരിലുള്ള KCl അല്ലെ, ഇന്ദുപ്പ് എന്നൊക്കെ നമ്മൾ പറയുന്ന സാധനം. എടാ സോഡിയം ചില വയസ്സായ ആളുകളോട് നമ്മൾ പറയും സാധാരണ ഉപ്പിടണ്ട, ഇന്ദുപ്പ് ഇട്ടാൽ മതി, KCl ഇട്ടാൽ മതി. എന്താ കാരണം എന്നറിയോ? സോഡിയത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഈ വയസ്സായ ആളുകളിലൊക്കെ സോഡിയം എന്നുള്ളത് നമ്മളെ സെല്ലിൻ്റെ ഫംഗ്ഷനിലോ കോശത്തിൻ്റെ പ്രവർത്തനത്തിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ അതിൻ്റെ അളവിൽ വ്യത്യാസം വന്നാൽ അവർക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും. എന്നാൽ KCl സിൽവിൻ എടുത്താൽ, ഇന്ദുപ്പ് എടുത്താൽ അതിൽ ആരുള്ളത്? സോഡിയം ഇല്ല, പൊട്ടാസ്യം ഉള്ളത്. അപ്പോൾ പൊട്ടാസ്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ശരീരത്തിൻ്റെ ആ പറഞ്ഞ പ്രവർത്തനങ്ങളെ ഒന്നും ബാധിക്കൂല. അവർക്ക് അങ്ങനെയുള്ള ഉപ്പാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ 2 സാൾട്ടുകൾ അത്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ അലക്കുകാരം, അപ്പക്കാരം. അലക്കുകാരം വാഷിംഗ് സോഡ സോഡിയം കാർബണേറ്റ് .10H2O 10 H2O ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ അപ്പക്കാരാണെങ്കിലോ ഈ പറഞ്ഞ സോഡിയം ബൈകാർബണേറ്റ് ആണ്, NaHCO3 ആണ്. 5ാമത് പഠിക്കേണ്ടത് ആരാ? ജിപ്സം. ആരാ മക്കളെ ജിപ്സം? കാൽഷ്യം സൾഫേറ്റ്
5H2O. ഇതാണ് ജിപ്സം. നമ്മൾ സിമെന്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ജിപ്സം. അതിനെക്കുറിച്ചും കൃത്യമായി എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പോൾ ഇതാ നോക്കിക്കോ, അവസാനത്തെ ഒരു ചോദ്യം. 2 salt are given, MgCl2 കാൽഷ്യം ഫോസ്ഫേറ്റ്. ഫൈൻഡ് ഔട്ട് ദ കാറ്റിയോൺ ആൻഡ് ആനയോൺ. ആരാടാ കാറ്റിയോൺ? മഗ്നീഷ്യം 2+. കാറ്റിയോൺ എഴുതുമ്പോൾ ആ ചാർജ് എഴുതണം, മറക്കരുത്. കാരണം അയോൺ ആണ്. ചാർജുള്ള ആറ്റങ്ങളെയോ ഗ്രൂപ്പുകളെയോ നമുക്ക് എന്ത് വിളിക്കാം? അയോൺ എന്ന് വിളിക്കാം. Cl ആരാളുള്ളത്? Cl-. അവിടെ എത്ര എണ്ണം എന്നുള്ളത് വിഷയമല്ല, ക്ലോറിൻ മൈനസ് ആണ്. റൈറ്റ് ദ കെമിക്കൽ ഫോർമുല ഓഫ് സോൾട്ട് ഫ്രം Al3+ ആൻഡ് PO4 2-. എങ്ങനെയാ മക്കളെ കാണടാ? ഒരു സോൾട്ട് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? അതിൻ്റെ കെമിക്കൽ ഫോർമുല, രാസസൂത്രം നോക്കിയേ. Al എഴുതുക, പിന്നെ ആരാ? PO4 എഴുതുക. രണ്ടുപേരുടെയും ചാർജ് മുകളിൽ എഴുതുക. ഇയാൾ 3+ ആണ്, ഇയാൾ 3- ആണ്. ബാക്കി എന്താ ചെയ്യേണ്ടത്? ഈ Alന്റെ ചാർജ് ഫോസ്ഫേറ്റിൻ്റെ താഴേക്കും ഫോസ്ഫേറ്റിൻ്റെ ചാർജ് അലുമിനിയത്തിൻ്റെ താഴേക്കും. അപ്പോൾ എങ്ങനെ വരും മക്കളെ? Al3 ഫോസ്ഫേറ്റിൻ്റെ താഴെയും 3, രണ്ടും 3 ആടാ. ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അത് കട്ട് ചെയ്ത് പോകാം. AlPO4 എന്നായിരിക്കും അലുമിനിയം ഫോസ്ഫേറ്റിൻ്റെ രാസസൂത്രം, കെമിക്കൽ ഫോർമുല. ഓക്കെ, അപ്പോൾ അത് എഴുതുന്നത് കൃത്യമായി അറിയണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ചാർജ് എന്ത് ചെയ്യണം? കൃത്യമായി അറിയണം കേട്ടോ. ഓക്കെ, റൈറ്റ് ദ കെമിക്കൽ ഫോർമുല ഓഫ് മഗ്നീഷ്യം ഫോസ്ഫേറ്റ്. എങ്കിൽ പറയും, മഗ്നീഷ്യം ഫോസ്ഫേറ്റ് എങ്ങനെ എഴുതും? മഗ്നീഷ്യത്തിൻ്റെ ചാർജ് എത്ര? 2+. ഫോസ്ഫേറ്റ് അല്ലേ? PO4 എത്ര വരും? 3-. പരസ്പരം താഴേക്കിട്. മഗ്നീഷ്യത്തിൻ്റെ താഴെ 3 വരും, ഫോസ്ഫേറ്റിൻ്റെ താഴെ ആര് വരും? 2. എന്തിനാ മക്കളെ നമ്മൾ ബ്രാക്കറ്റ് ഇടുന്നത്? ബ്രാക്കറ്റ് പറഞ്ഞാൽ ഈ 2 ഫോസ്ഫേറ്റിനെ മൊത്തത്തിൽ ബാധിക്കണം എന്നാണ്. അപ്പം നിങ്ങളെ ഗ്രൂപ്പുകൾ വരുമ്പോൾ ബ്രാക്കറ്റ് ഇടും. നോക്കിയേ, കട്ട് ചെയ്യാൻ പറ്റുമോ? അല്ലേ? ഈ 2ഉം 4ഉം കട്ട് ചെയ്യാൻ പറ്റുമോ? കട്ട് ചെയ്യരുത്. ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞാൽ 4 ആണ്, അവിടെ കട്ട് ചെയ്യണ പരിപാടിയില്ല. ഇവിടെ 3 ഉണ്ട്, 2 ഉണ്ട്. ഇവർ തമ്മിലേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഫോസ്ഫേറ്റിൻ്റെ നൈട്രേറ്റിൻ്റെ 3യോ ഫോസ്ഫേറ്റിൻ്റെ 4ഓ ഒന്നും കട്ട് ചെയ്യരുത് കേട്ടോ. എങ്കിൽ 3ഉം 2 കട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. അപ്പം എന്ത് തന്നെയാണ് ഫോർമുല? ഇത് തന്നെയാണ് ഫോർമുല. Mg3PO4 twice. Mg3PO4 twice. ബ്രാക്കറ്റിൽ ഇട്ടുകൊണ്ട് 2 വരുമ്പോൾ ട്വൈസ് എന്നും 3 വന്നാൽ ത്രൈസ് എന്നുമാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? പറയാറുള്ളത്. ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യമാണ് നമ്മുടെ ഈ പറഞ്ഞ 5ാമത്തെ പാഠവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഇനി നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് നമുക്ക് പോകാം. നമ്മൾ ക്വിക്ക് റിവിഷനാണ് നടക്കുന്നത്. നമ്മുടെ ഷുവർ ഷോട്ടാണ്. സ്ഥിരമായി വരുന്ന ഒരുപാട് ക്വസ്റ്റ്യനുകൾ, ഇതിലൂടെ ഒരുപാട് ചോദ്യങ്ങൾ. ഇപ്പോൾ കഴിഞ്ഞ ചാപ്റ്ററിൽ തന്നെ നമുക്ക് എന്ത് ചെയ്തു? ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞു. ആസിഡുകൾ, അവയുടെ പേര്, രാസപ്രവർത്തനങ്ങളൊക്കെ ഓർമ്മ വേണം. ബേസുകൾ, അവയുടെ പേര്, രാസപ്രവർത്തനങ്ങൾ ഓർമ്മ വേണം. എന്താണ് ആസിഡ്, എന്താണ് ബേസ്, അതിൻ്റെ സ്വഭാവങ്ങൾ ഓർമ്മ വേണം. എന്താണ് ലവണം, എന്താണ് pH, എന്താണ് നിർവീര്യകരണം. നിർവീര്യകരണത്തിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കുമ്മായം വിതരണ കാര്യം നിർവീര്യകരണമാണ്. അന്റാസിഡ്, നേരത്തെ നമ്മൾ പറയാൻ വിട്ടൊരു സാധനമാണ് അന്റാസിഡ്. അന്റാസിഡ് എന്താ? സ്റ്റൊമക്കിൽ, ആമാശയത്തിൽ അസിഡിറ്റി കൂടിയാൽ അന്റാസിഡ് ഉപയോഗിക്കും. അപ്പം എന്ത് സംഭവിക്കും? ആ അസിഡിറ്റി നിർവീര്യകരണം ചെയ്യാൻ വേണ്ടിയിട്ട് ചില ആൽക്കലികൾ ഉപയോഗിക്കുന്നുണ്ട്. അതായിരുന്നു നമ്മുടെ അന്റാസിഡ്. ഓക്കെ, യെസ്. അലോഹങ്ങളിലേക്ക് പോകാം. അലോഹം എന്നുള്ള ചാപ്റ്റർ പഠിക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം ഉണ്ടാവില്ല. എന്തുകൊണ്ട്? നേരത്തെ ആസിഡും ബേസൊക്കെ പഠിച്ചപ്പോൾ നമുക്ക് ചില പുതിയ കാര്യങ്ങൾ ആലോചിച്ച് കണ്ടെത്താനുണ്ടായിരുന്നു. ഇവിടെ ഒന്നും ആലോചിക്കാനില്ല. ഇതിലെന്താണോ പറയണത് അത് അതേപോലെ പഠിച്ചേ പറ്റുള്ളൂ, അല്ലേ? വേറെ നിവൃത്തിയൊന്നും നമുക്ക് അലോഹമില്ല, അല്ലേ? നമ്മുടെ ഇനോർഗാനിക് കെമിസ്ട്രിയിൽപ്പെട്ട ആൾക്കാരാണ്. പക്ഷേ ഈ ചാപ്റ്റർ വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റില്ല. വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ചെയ്യേണ്ട പണി എന്തറിയോ? ഈ ചാപ്റ്റർ എടുക്കുക. എന്നിട്ട് എന്തറിയോ? 4 പേരെ കുറിച്ചാണ് നമുക്ക് ഇത് പഠിക്കുന്നത്. ആരായിരുന്നു 4 പേര്? ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ക്ലോറിൻ. അത് ഒരു സൈഡിൽ ഇങ്ങനെ എഴുതിക്കുക. എന്നിട്ടോ രണ്ടാമത്തെ അതിൻ്റെ പ്രത്യേകതകൾ ഇങ്ങനെ എഴുതിക്കുക. ഏത് പ്രത്യേകത, എവിടെയൊക്കെയാണ് അതുള്ളത്, അതേപോലെ തന്നെ എങ്ങനെയാണ് അതിൻ്റെ നിർമ്മാണം, പ്രിപ്പറേഷൻ എഴുതിക്കുക. മൂന്നാമത്തത് അതിൻ്റെ രാസപ്രവർത്തനം എഴുതിക്കുക. നാലാമത്തത് അതിൻ്റെ ഉപയോഗങ്ങൾ എഴുതിക്കുക. അഞ്ചാമത്തത് എന്തെങ്കിലും പ്രത്യേകതയുണ്ടെങ്കിൽ ആ പ്രത്യേകതയും എഴുതിക്കുക. ഈ രൂപത്തിൽ ഒരു പേജിൽ തന്നെ ഇവരെ കുറിച്ചുള്ള, കാരണം എന്താ പറയുക, എപ്പോഴും തന്നെ തുടക്കത്തിൽ ഹൈഡ്രജൻ അത് എവിടെയൊക്കെയാണ് ഉള്ളത്,
അതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്, എങ്ങനെ നിർമ്മിക്കാം, രാസപ്രവർത്തനം ഉണ്ടെങ്കിൽ അത് ഉപയോഗം, അത് വേറെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ അങ്ങനെ ആ രൂപത്തിൽ കൃത്യമായി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതെന്ത് ചെയ്യാം, ഒരു പേജിൽ എഴുതി വെച്ചാൽ ഒരു ചാപ്റ്റർ നമുക്ക് ഒരു പേജിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഷുവർ ഷോട്ട് ആയതുകൊണ്ട് അങ്ങനെ എഴുതുന്നില്ല, പകരം കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ഒരു ടെസ്റ്റ് ട്യൂബിൽ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ഉണ്ട്. മലയാളം മീഡിയംകാർക്ക് ഇംഗ്ലീഷ് മീഡിയംകാർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സെൻറ്റൻസ് മനസ്സിലാകും. കാരണം ഞാൻ മലയാളം ഒപ്പം വായിക്കുന്നുണ്ട്. പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ക്രിസ്റ്റൽ ഉണ്ട്. അതെന്ത് ചെയ്യുന്നു, നമ്മൾ അത് ഹീറ്റ് ചെയ്യുന്നു, ചൂടാക്കുന്നു എങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഇൻസൈൻ സ്റ്റിക്ക് അഥവാ എരിയുന്ന ചന്ദനത്തിരി നമ്മൾ വെക്കുന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇതിലെ ഒബ്സർവേഷൻ എന്താണ്? എന്തായിരിക്കും ഒബ്സർവേഷൻ? പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ചൂടായാൽ എന്താണ് മക്കളെ കിട്ടുക? KMnO4 ആണ് മക്കളെ പൊട്ടാഷ്യം പെർമാംഗനേറ്റ്. ഈ പറഞ്ഞ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് നമ്മൾ ചൂടാക്കിയാൽ ആരെ കിട്ടും? ആരെ കിട്ടും? യെസ്, നമ്മളെ അല്ലേ K2MnO4 പൊട്ടാഷ്യം മാംഗനേറ്റ് കിട്ടും. MnO2 മാംഗനീസ് ഡയോക്സൈഡ് കിട്ടും. പ്ലസ് പ്രധാനപ്പെട്ട ഒരാൾ ആരെ കിട്ടുക? ഓക്സിജൻ വാതകവും നമുക്ക് കിട്ടും. അപ്പോൾ ഓക്സിജന്റെ നിർമ്മാണമായിരുന്നു നമ്മളിവിടെ പഠിച്ചത്. ഓക്സിജൻ ഗ്യാസ് ആണ് ഇവിടെ കിട്ടിയത്. അപ്പോൾ ഒബ്സർവേഷൻ എന്താ? ഈ പറഞ്ഞ ഇൻസ്റ്റന്റ് സ്റ്റിക്ക് അഥവാ ചന്ദനത്തിരിന്റെയും നന്നായിട്ട് കത്താൻ തുടങ്ങും. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓക്സിജൻ വാതകം കത്താൻ സഹായിക്കും, ഹൈഡ്രജൻ സ്വയം കത്തും, ഓക്സിജൻ കത്താൻ സഹായിക്കും, നൈട്രജൻ കത്തുന്നതിനെ നിയന്ത്രിക്കും, കൺട്രോൾ ദ കമ്പഷൻ, കാർബൺ ഡൈ ഓക്സൈഡോ കത്തുന്നത് കെടുത്തും. 4 വരെ കുറിച്ചും കൃത്യമായി ധാരണ വേണം. അപ്പോൾ ഉണ്ടായ ഗ്യാസ് ഏതാണ്? ഈ പറഞ്ഞ ഓക്സിജൻ ഗ്യാസ് ആണ്. വിച്ച് ഈസ് ദിസ് മെത്തേഡ് യൂസ്ഡ് ഫോർ ദ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് ദിസ് ഗ്യാസ്? ഓക്സിജൻ വാതകത്തെ എങ്ങനെ നമുക്ക് ഇൻഡസ്ട്രിയൽ ആയിട്ട് വ്യാവസായികമായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുക? 2 രൂപത്തിൽ ഉണ്ടാക്കാം. ഒന്ന്, നമ്മളെ ജലം എടുക്കുക, ജലത്തിനെ ഇലക്ട്രോലൈസിസ് വൈദ്യുത വിശ്ലേഷണം, ഇലക്ട്രിസിറ്റി ഇതിലേക്ക് പാസ് ചെയ്താലേ എന്ത് സംഭവിക്കുന്നറിയോ? ഇതിൻ്റെ ഘടകങ്ങളായി വേർതിരിയും. ഹൈഡ്രജനും ഓക്സിജനുമായി നമുക്ക് വേർതിരിക്കാൻ പറ്റും. മറ്റൊരു മെത്തേഡ് ഉള്ളത് എങ്ങനെയാ വെച്ചാൽ, നമ്മളെ എയറിൽ ഇഷ്ടം പോലെ ഓക്സിജൻ ഉണ്ടല്ലോ, എയറിനെ ഉന്നതമായ മർദ്ദം ഹൈ പ്രഷർ കൊടുത്താൽ ലിക്വിഡ് എയർ കിട്ടും, ദ്രാവക രൂപത്തിലുള്ള എയർ കിട്ടും. ആ ദ്രാവക രൂപത്തിലുള്ള എയറിനെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ 8 നമ്മൾ പഠിച്ച അംശിക സ്വേദനം നടത്തി കഴിഞ്ഞാൽ എയറിലുള്ള നൈട്രജനെയും ഓക്സിജനെയും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ആ രൂപത്തിലും നമുക്ക് എന്ത് ചെയ്യാം? ഓക്സിജനെ വ്യാവസായികമായിട്ടുണ്ടാക്കാം. ഏറ്റവും ഈസി മെത്തേഡ് ഏതാണ്? ഈ പറഞ്ഞ ജലത്തിലേക്ക് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുക, ഹൈഡ്രജനെ കിട്ടും, ഓക്സിജനെ കിട്ടും. റെഡിയാണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. 4 മൂലകങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ യൂസ് കൊടുത്തിട്ടുണ്ട്. മാച്ച് ദ ഫോളോയിങ് ചെയ്യാനാണ്. ചെയ്തടാ, വേഗത്തിൽ ചെയ്തേ. നമുക്ക് നമ്മുടെ ABCD കൊടുക്കാം. ക്ലോറിൻ ആണ് ഇവിടുത്തെ ക്ലോറിൻ ആണ് ഓക്കെ, ഇയാൾ ഇയാൾ B, ഇയാൾ C, ഇയാൾ D. വേഗത്തെ ആൻസർ പറയടാ, വേഗം കമൻറ്റ് ചെയ്യും. ഈ 4 അതിൻ്റെ യൂസുകൾ ഏതെല്ലാമാണ്? തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞതിൽ E കൊടുക്കാം, F കൊടുക്കാം, G കൊടുക്കാം, H കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേഗത്തിൽ കമൻറ്റ് ചെയ്യാമല്ലോ. ഒന്ന് കമൻറ്റ് ചെയ്ത് മക്കളെ, കമൻറ്റ് ചെയ്യടാ. ഈ 4 ആരുമായിട്ടാണ് കണക്റ്റഡ് ആയിട്ടുള്ളത്? എന്നിട്ട് നമുക്ക് ആൻസർ പറയാം. യെസ്, ക്ലോറിൻ പറടാ. ക്ലോറിൻ എപ്പോഴും എന്താണ്? ബ്ലീച്ചിങ്ങിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. അപ്പം എന്നുള്ളത് Gയുമായിട്ടാണ് ബന്ധം. ഹൈഡ്രജൻ എന്തായിട്ടാണ് ഉപയോഗിക്കുന്നത്? അല്ലേ, ഫ്യൂവൽ സെല്ലായിട്ടാണ് ഉപയോഗിക്കുന്നത്. അല്ലേ, ഫ്യൂവൽസിൽ ഇന്ധനമായിട്ട് നമുക്ക് ഉപയോഗിക്കും. ഓക്സിജൻ എന്തിനാണ് ഉപയോഗിക്കുക? കത്തുക എന്നുള്ളതിന് ഇംഗ്ലീഷ് എന്താടാ? കമ്പഷൻ, കത്തുക. നൈട്രജൻ ഉപയോഗിക്കുക? യെസ്, നമുക്കറിയാം ഫ്രീസിങ്ങിന് വേണ്ടിയിട്ട്, ശീതീകാരിയായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ മലയാളം ടേം വിചാരിച്ചിട്ട് ബേജാറൊന്നും വേണ്ട, ഞാൻ മലയാളം ടേം പറയുന്നുണ്ട്. അപ്പോൾ ക്ലോറിൻ ബ്ലീച്ചിങ്ങിന് വേണ്ടിയിട്ട്, ബ്ലീച്ചിങ് തന്നെയാണ്. ഹൈഡ്രജൻ ഇന്ധനമായിട്ട്, ഫ്യൂവലായിട്ട്. ഓക്സിജൻ കമ്പഷൻ ജ്വലനത്തിന് വേണ്ടി ഉപയോഗിക്കും. നൈട്രജൻ ഫ്രീസിങ് ശീതീകാരിയായിട്ട് ഉപയോഗിക്കും. അപ്പോൾ ഈ പറഞ്ഞ 4 പേരുടെയും ഉപയോഗങ്ങൾ എന്നുള്ളത് പരീക്ഷയ്ക്ക് എപ്പോഴും വരും. ഇതിലേതെങ്കിലും ഒന്നോ രണ്ടോ മാർക്ക് നിങ്ങൾക്ക് 100% ഓർപ്പിച്ചോ, ഇതിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരും. ഓക്കെ, ഇത് മൊത്തം ആരുടേതാ? ഇവിടെ പ്രത്യേകതകൾ ഞാൻ ഓരോന്നും പറയാം. അമോണിയ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. അതേപോലെ തന്നെ സാച്ചുറേറ്റഡ് ഓയിലിനെ അൺസാച്ചുറേറ്റഡ് ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അപൂരിത എണ്ണകളെ പൂരിതമാക്കാൻ ഫുഡ് പ്രോസസ്സിങ്ങിൽ ഉപയോഗിക്കുന്നു. പെട്രോൾ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നു. ഇത് മൊത്തം ആരെ കുറിച്ചാണ് മക്കളെ? യെസ്, ഇത് മുഴുവൻ ആരെ കുറിച്ചാണ്? നമ്മുടെ ഹൈഡ്രജനെ കുറിച്ചാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? പറഞ്ഞിട്ടുള്ളത് അല്ലേ? ഇത് മൊത്തം ആരെ കുറിച്ചാണ്? ഹൈഡ്രജൻ വാതകത്തെ കുറിച്ചാണ്. ഇനി കമ്പഷനും വേണ്ടിയിട്ട് ജ്വലനത്തിന് ഉപയോഗിക്കുന്നു.
റോക്കറ്റുകളിൽ ഓക്സികാരിയായി ഉപയോഗിക്കുന്നു. ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ, കൃത്രിമ ശ്വസനത്തിന് ഉപയോഗിക്കുന്നു. ഇതൊക്കെ ആരെ കുറിച്ചാ? യെസ്, നമ്മുടെ ഓക്സിജനെ കുറിച്ചാണ് ഇത് മുഴുവൻ പറഞ്ഞത്. ഇനിയോ ഫെർട്ടിലൈസർ അഥവാ വളങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അതേപോലെ തന്നെ വാഹനങ്ങളുടെ ടയറുകളിൽ ഫില്ല് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. റെഫ്രിജറൻ്റ് ആയിട്ട് അഥവാ ശീതീകാരിയായിട്ട് ഉപയോഗിക്കുന്നു. ഇനി ഓക്സിജന്റെ സാന്നിധ്യം ഫുഡ് പാക്കറ്റുകളിൽ ഒഴിവാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അല്ലേ, നമുക്കറിയാം ലെയ്സിന്റെ പാക്കറ്റ് പൊട്ടിച്ചാൽ ആരുണ്ടാവുക? ഓക്സിജൻ അല്ല ഉണ്ടാവുക, നൈട്രജൻ ആയിരിക്കും ഉണ്ടാവുക. കാരണം ഇത് മുഴുവൻ ആരെ കുറിച്ചാണ്? നൈട്രജൻ വാതകത്തെ കുറിച്ചാണ്. നൈട്രജന്റെ പ്രത്യേകത എന്ത്? അത് എന്ത് ചെയ്യൂല, ഓക്സിജന് പകരം നമ്മൾ നൈട്രജൻ ഫുഡിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, നൈട്രജൻ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, അത് സാധാരണഗതിയിൽ എന്ത് ചെയ്യൂല, ഒരു വസ്തുവുമായിട്ട് പ്രവർത്തിക്കൂല. പൊതുവെ പ്രവർത്തിക്കാത്ത ആളാണ് ആര്? നൈട്രജൻ. ഓക്സിജൻ നമുക്കറിയാം പെട്ടെന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ രാസപ്രവർത്തനം നടക്കും, ആ ഫുഡ് എന്ത് ചെയ്യും? കേടുവരും. അല്ലെ, ഒരു ആപ്പിൾ ഇങ്ങനെ തുറന്നു വെച്ചാൽ ആപ്പിൾ എന്ത് ചെയ്യും? കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ചീഞ്ഞു പോകും. എന്നാൽ നൈട്രജൻ അടങ്ങിയ ഒരു വാതകത്തിനുള്ളിലാണ് ആപ്പിൾ ഉള്ളതെങ്കിലോ കേടുവരില്ല. കാരണം എന്തേ? നൈട്രജൻ പെട്ടെന്ന് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടില്ല. കാരണം എന്തേ? നൈട്രജൻ ട്രിപ്പിൾ ബോണ്ടാണ്. അല്ലേ, നൈട്രജൻ നമ്മളെങ്ങനെ ചെയ്തല്ലേ? എൻ അല്ലേ, ട്രിപ്പിൾ ബോണ്ട് എൻ, ത്രിബന്ധനമാണ്. രാസപ്രവർത്തനം വേഗത്തിൽ നടക്കൂല. ഇയാൾ പൊതുവെ നിഷ്ക്രിയനാണ്, രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാത്ത ആളാണ്. അപ്പം നമുക്കറിയാം ലൈസിന്റെ പാക്കറ്റിലൊക്കെ നൈട്രജൻ ആണ് ചേർക്കുക. കാരണം എന്തേ? ലൈസ് കുറേ കാലം കിടന്നാലും ആ പാക്കറ്റിലുള്ള അല്ലേ ആ പൊട്ടറ്റോ ചിപ്സിന് ഒന്നും തീർന്നുണ്ടാവില്ല, പറ്റിയിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഫുഡ് ചീത്ത വരാതിരിക്കാൻ വേണ്ടിയിട്ട് നൈട്രജൻ ഉപയോഗിക്കും. അതേപോലെ തന്നെ അമോണിയയുടെ നിർമ്മാണത്തിൽ അമോണിയ എങ്ങനെ ഉണ്ടാക്കില്ലടാ? N2+H2 gives NH3. ഇതാണ് നമ്മുടെ അമോണിയ. ഈ അമോണിയ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നൈട്രജനും വേണം, ഹൈഡ്രജനും വേണം. സോ ഈ പറഞ്ഞതെല്ലാം നൈട്രജനുമായി ബന്ധപ്പെട്ടാണ്. ക്ലോറിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ബ്ലീച്ചിങ്, എന്താ മക്കളെ ബ്ലീച്ചിങ്? നിറമുള്ള വസ്തുവിനെ നിറമില്ലാതാക്കി മാറ്റും. അല്ലേ, ക്ലോറിൻ വാതകത്തിലേക്കൊരു ഹിബിസ്കസ് അഥവാ ചെമ്പരത്തിപ്പൂട്ട് എന്താവും? കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ അതെന്താവും? അതിൻ്റെ കളർ പോകും. കാരണം ബ്ലീച്ചിങ് നടക്കും. അതേപോലെ തന്നെ പെസ്റ്റിസൈഡുകൾ ഉണ്ടാക്കാൻ, അല്ലെ, കീടനാശിനികൾ ഉണ്ടാക്കാൻ, ക്ലോത്തിലെ വസ്ത്രത്തിലെ കറകൾ കഴുകാൻ, വാട്ടർ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട്, ജലശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട്, അല്ലേ, ക്ലോറിനേഷൻ 7ാം ക്ലാസ്സിൽ പഠിച്ച സാധനമാണ്. ക്ലോറിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ജലത്തിലുള്ള ബാക്ടീരിയകളെയും മൈക്രോബ്സിനെയൊക്കെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ടർ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ക്ലോറിൻ ഉപയോഗിക്കും. ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കും. എങ്ങനെ ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാക്കടാ? കാൽഷ്യം ഹൈഡ്രോക്സൈഡിലേക്ക്, നേരത്തെ പറഞ്ഞ കുമ്മായൻ്റെ കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, അതിലേക്ക് ക്ലോറിൻ വാതകം കടത്തിവിട്ടാണ് ആരുണ്ടാക്കുന്നത്? ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാക്കുന്നത്. സോ ഈ പറഞ്ഞ 4ാമത്തെ പോയിന്റ് മൊത്തം ആരെ കുറിച്ചാണ്? ക്ലോറിൻ വാതകവുമായി എന്താണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് നോട്ട് ബുക്കിൽ എഴുതി വെക്കണം. ഇതിൻ്റെ മലയാളം നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ അതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞും ചെയ്തിട്ടുണ്ട്. സോ ഡോണ്ട് വറി അബൌട്ട് ദ മലയാളം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പരീക്ഷണശാലയിൽ ഹൈഡ്രജൻ നിർമ്മിക്കുന്നതിന് ആവശ്യമായ വസ്തുക്കൾ ഏതെല്ലാമാണ്? ഈ പ്രവർത്തനത്തിന്റെ സമീകൃത സമവാക്യം എഴുതുക. പരീക്ഷണശാലയിൽ ഹൈഡ്രജൻ നിർമ്മിക്കാൻ നമുക്കറിയാം ഒരു മെറ്റൽ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഉദാഹരണം സിങ്ക് HCl പ്രവർത്തിച്ചാൽ ഹൈഡ്രജൻ വാതകം ഉണ്ടാവും. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇത് സമീകരിച്ച് സമവാക്യം എഴുതാനാണ്. സിങ്ക് HCl പ്രവർത്തിച്ചാൽ എന്താ ഉണ്ടാവുക? സിങ്ക് ക്ലോറൈഡ് ഉണ്ടാകും പ്ലസ് ഹൈഡ്രജൻ വാതകം ഉണ്ടാകും. ഇവിടെ 2 ഹൈഡ്രജൻ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? 2 ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 ഹൈഡ്രജൻ 2 ക്ലോറിൻ ഇവിടെ ഓൾറെഡി ഉണ്ട്. സിങ്ക് 1 സമീകരിച്ച് സമവാക്യം നമ്മൾ എഴുതി കഴിഞ്ഞു. ഇത് ഏതു തരം രാസപ്രവർത്തനമാണ്? വിഘടനമാണോ, ഡീകമ്പോസിഷൻ ആണോ, കോമ്പിനേഷൻ സംയോജനമാണോ, ആദേശം ഡിസ്പ്ലേസ്മെന്റ് ആണോ, ദ്വിവിഘടനം അഥവാ ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് ആണോ? ഏതാണ് ആൻസർ? പറയും. ഈ 4 ഏതാണ് ഈ പറഞ്ഞ ഒരു ആസിഡ് മെറ്റലുമായിട്ട് ലോഹവുമായി പ്രവർത്തിച്ചാൽ കിട്ടുന്നത്? ഏതാണ് മക്കളെ? യെസ്, ഇറ്റ് ഈസ് എ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ആദേശ രാസപ്രവർത്തനമാണ്. HCl ഹൈഡ്രജനെ സിങ്ക് എന്ത് ചെയ്യുന്നു മക്കളെ? സിങ്ക് ആദേശം ചെയ്യുന്നു, ഡിസ്പ്ലേസ്മെന്റ് ചെയ്യുന്നു. അപ്പോഴാണ് എന്ത് കിട്ടുന്നത്? ഹൈഡ്രജന്റെ സ്ഥാനത്ത് സിങ്ക് കയറി HCl പകരം സിങ്ക് ക്ലോറൈഡായി മാറി. അപ്പം ഈ 4 രാസപ്രവർത്തനങ്ങളെ കുറിച്ച് കൃത്യമായൊരു ധാരണ വേണം. അതിൻ്റെ പേരിൽ തന്നെ ഉത്തരമുണ്ട് കേട്ടോ. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം അടുത്തൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ. അടുത്ത ചോദ്യം നോക്കിയേ. ഹൈഡ്രജൻ എന്ന് അറിയപ്പെടുന്നത് ഫ്യൂവൽ ഓഫ് ഫ്യൂച്ചർ, ഭാവിയുടെ ഇന്ധനം എന്നാണ് അറിയപ്പെടുന്നത്. ഞാൻ കൃത്യം മലയാളം പറയുന്നുണ്ട് കേട്ടോ, ഇംഗ്ലീഷ് ചോദ്യങ്ങൾ മാത്രം കണ്ടു ബേജാറാവണ്ട.
ഹൈഡ്രജൻ അറിയപ്പെടുന്നത് ഭാവിയുടെ ഇന്ധനം എന്നാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈ പറഞ്ഞ ഹൈഡ്രജനെ ഫ്യുവലായിട്ട് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഏതെങ്കിലും 2 അഡ്വാൻറ്റേജസ് പറയാം. പറ മക്കളെ. ഹൈഡ്രജന് അഡ്വാൻറ്റേജ് എന്താ? ഒന്ന്, ഹൈഡ്രജന്റെ കലോറിഫിക് വാല്യൂ, കലോറിക മൂല്യം വളരെ കൂടുതലാണ് അല്ലെ. കലോറിഫിക് വാല്യൂ, കലോറിക മൂല്യം വളരെ കൂടുതലാണ്. കാരണം എന്തേ? കുറഞ്ഞ ഹൈഡ്രജൻ കത്തിച്ചാൽ തന്നെ കൂടുതൽ എനർജി എന്ത് ചെയ്യും? കിട്ടും. ആ എനർജിയുടെ അളവിനെ വിളിച്ച പേരായിരുന്നു കലോറിക മൂല്യം എന്നുള്ളത്. അത് വളരെ കൂടുതലാണ്. ഒന്ന്. രണ്ടാമതോ, ഇഷ്ടംപോലെ നമുക്ക് എത്ര വേണേലും ഉണ്ടാക്കാം. ഹൈഡ്രജൻ നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് കൃത്രിമമായിട്ട് എത്ര വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. മാത്രമല്ല ഹൈഡ്രജൻ കത്തിയാൽ എന്താ സംഭവിക്കുക? നമുക്കറിയാം, ഹൈഡ്രജൻ എന്ന് പറയുന്ന സാധനം കത്തുക എന്ന് പറഞ്ഞാൽ ആരുമായി കൂടിച്ചേരലാണ്? ഓക്സിജനുമായി കൂടിച്ചേരാണ്. ഹൈഡ്രജൻ ഓക്സിജനുമായി കൂടിച്ചേർന്നാൽ എന്താ കിട്ടുക? H2O, ജലമാണ് കിട്ടുക. പക്ഷേ കാർബൺ, നമ്മൾ സാധാരണ കത്തിക്കുന്ന പെട്രോൾ ഡീസലൊക്കെ എന്താണ്? കാർബൺ ആണ്. കാർബൺ കത്തിച്ചാൽ എന്താ കിട്ടുള്ളൂ? കാർബൺ ഡൈ ഓക്സൈഡേ കിട്ടുള്ളൂ. അത് അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകും. എന്നാൽ ഹൈഡ്രജൻ കത്തിച്ചാൽ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാകൂല. നമുക്ക് പൊല്യൂഷൻ ഫ്രീ അല്ലെ, മലിനീകരണം ഇല്ലാത്ത രൂപത്തിൽ ഉപയോഗിക്കാം. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ. ഞാൻ 3-4 പ്രത്യേകത പറഞ്ഞു. എന്നാൽ ഈ പറഞ്ഞ അഡ്വാൻറ്റേജസ്, ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഇപ്പോൾ ഹൈഡ്രജനെ ഉപയോഗിക്കുന്നില്ല. എന്താണ് ഉപയോഗിക്കാത്തതിനുള്ള കാരണം? ഒന്നാമത്തെ കാരണം എന്താണ്? ഹൈഡ്രജൻ നമുക്കറിയാം ഹൈലി എക്സ്പ്ലോസീവ് ആണ്. എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാം അല്ലെ. നമ്മൾ പറഞ്ഞു സ്വയം കത്താൻ കഴിവുള്ള ആളാണ് ഹൈഡ്രജൻ അല്ലെ. നമ്മളെ സൂര്യൻ എങ്ങനെയാണ് മക്കളെ സൂര്യൻ കത്തുന്നത്? നമ്മളാരും പോയി പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയാണോ? അല്ലല്ലോ, സ്വയം കത്തും. കാരണം സൂര്യനിലെ നക്ഷത്രങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ആരാ? ഹൈഡ്രജൻ. അതുകൊണ്ട് തന്നെ നമ്മളെ പ്രപഞ്ചത്തിൽ, നമ്മളെ യൂണിവേഴ്സിൽ ഏറ്റവും കൂടുതൽ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? ഹൈഡ്രജൻ വാതകമാണെന്ന് നമുക്കറിയാം. കാരണം സൂര്യൻ പോലെയുള്ള നക്ഷത്രങ്ങളിലൊക്കെ ഹൈഡ്രജനാണുള്ളത്. അപ്പോൾ എക്സ്പ്ലോസീവ് ആണ്. അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, അതിൻ്റെ വിതരണം, അതിൻ്റെ സംഭരണം ഇതൊക്കെ വളരെയധികം പ്രയാസമാണ് എക്സ്പ്ലോസീവ് ആയതുകൊണ്ട് തന്നെ. അതുകൊണ്ടാണ് ഹൈഡ്രജനെ നമ്മൾ എന്ത് ചെയ്യാത്തത്? ഫ്യുവലായിട്ട്, ഇന്ധനമായിട്ട് നമ്മൾ ഉപയോഗിക്കാത്തത്. ഓക്കെ. അപ്പോൾ ഈ ഹൈഡ്രജൻ്റെ ഫ്യുവലുമായി ബന്ധപ്പെട്ട, ഇന്ധനവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. CFC. എവിടെയാണ് നമ്മൾ CFC പഠിച്ചത്? ഓസോണിൻ്റെ ഡിപ്ലീഷൻ, ഓസോൺ പാളിയുടെ ശോഷണവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പഠിച്ചത്. ഒന്നാമത് CFC എന്നാൽ എന്ത്? ക്ലോറോ ഫ്ലൂറോ കാർബൺ. അതായിരുന്നു CFC അല്ലെ. ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്ന് പറയുന്ന ഈ CFC ആണ് ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണം. അതിൻ്റെ അമിത ഉപയോഗം ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്നത് എങ്ങനെ കാരണമാകുന്നത്? ഈ CFC എവിടെ ഉണ്ടാവുക? ഫ്രിഡ്ജ്, AC പോലെയുള്ള സാധനത്തിലൊക്കെ ഉണ്ടാവും. ഇത് എന്ത് ചെയ്യും? വേഗത്തിൽ ഇവാപ്പറേറ്റ് ചെയ്യും. അതെന്ത് ചെയ്യും? പിന്നെ വാതകമായിട്ട് നേരെ പോകുന്നത് എവിടുക്കാണ്? നമ്മുടെ സ്ട്രാറ്റോസ്ഫിയറിലുള്ള ആരുമായിട്ട്? ഓസോണുമായിട്ട് പ്രവർത്തിക്കും അല്ലെ. ഓസോൺ എവിടെയുള്ളത്? ഭൂമിയുടെ കുടയാണ്. എങ്ങനെയാണ് ഭൂമിയുടെ കുട അല്ലെ? സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാ വയലറ്റ് കിരണങ്ങളെ ആര് തടയും? ഇത് നമ്മൾ എർത്ത് ആണെങ്കിൽ എർത്തിന് പുറത്തുള്ള ആ ഓസോൺ പാളി തടഞ്ഞു നിർത്തും. അങ്ങനെ എർത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആളാണ് ആര്? ഓസോണ്. എന്നാൽ CFC എന്ത് ചെയ്യും? ഈ പറഞ്ഞ ഓസോൺ പാളിയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഓസോൺ പാളിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഓസോൺ ആരാ? O3 ആണ്. ഇയാൾ അൾട്രാവയലറ്റ് കിരണങ്ങൾ കിട്ടിയാൽ എന്തായി മാറും? O2 ആയി മാറും. ആ O2 തിരികെ എന്തെന്നെ ആവുന്നുണ്ട്? അൾട്രാവയലറ്റ് കിരണങ്ങൾ വേറെ രൂപത്തിൽ കൂടിയ അളവിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും O3 ആണ്. അപ്പോൾ ഇവിടെ എപ്പോഴും O3 O2 ആകും, O2 O3 ആകും. ഇങ്ങനെ ഒരു സൈക്കിൾ, ഇങ്ങനെ ഒരു ചക്രം അവിടെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. എന്നാൽ ഓസോണിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബാലൻസ് തെറ്റും. സ്വാഭാവികമായിട്ടും ഓക്സിജന്റെ അളവ് വളരെ കൂടുകയും ഓസോണിന്റെ അളവ് കുറയുകയും ചെയ്യുമ്പോൾ ഈ ബാലൻസ് തെറ്റിനോട് കൂടിയിട്ട് എന്തായി? അവിടെ ഓസോൺ പാളി ശോഷണത്തിന് കാരണമായി തീരും. ജീവികൾക്കും പരിസ്ഥിതികൾക്കും എങ്ങനെ ഹാനികരമാകുന്നു? എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഹാംഫുൾനെസ് ഉള്ളത്? എങ്ങനെയുണ്ടാവുക? നമുക്കറിയാം, നേരത്തെ പറഞ്ഞ പോലെ എർത്തിലേക്ക് നേരെ അൾട്രാവയലറ്റ് കിരണങ്ങൾ വരുന്നതോട് കൂടിയിട്ട് കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകും. ജീവികൾക്ക് ക്യാൻസർ പോലെയുള്ള ത്വക്കിനൊക്കെ വളരെയധികം പ്രയാസമുണ്ടാക്കുന്ന ഒരുപാട് രോഗങ്ങൾ അത് കാരണമായി തീരും. ഭൂമിയുടെ താപനില എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും അവിടെ കൂടിയിട്ടുണ്ടാകും. ഓക്കെ, അതൊക്കെയാണ് CFCയുമായി ബന്ധപ്പെട്ടത് ഉള്ളത്. യെസ്. ജൈവവളങ്ങളുടെ 2 മേന്മകൾ എഴുതുക. എടാ, ജൈവവളം എവിടെ പഠിച്ചത്? നൈട്രജൻ ആണ് അല്ലേ. നമുക്ക് ഓക്സിജൻ എത്ര ഇമ്പോർട്ടൻ്റ് ആണോ അതേ ഇമ്പോർട്ടൻ്റ് ആർക്ക്? നൈട്രജൻ. ആർക്ക്? പ്ലാന്റ്സിന്, അതേപോലെ ഈ പറഞ്ഞ പിന്നെ സസ്യങ്ങൾക്ക്. അപ്പോൾ സസ്യങ്ങൾക്ക്
ഈ നൈട്രജൻ വേണം. എങ്കിൽ ആ നൈട്രജൻ വളങ്ങൾ എവിടുന്ന കിട്ടുക? നൈട്രജന്റെ ഫെർട്ടിലൈസർ നമുക്ക് കിട്ടുന്നത് ഓർഗാനിക് ഫെർട്ടിലൈസർ. നമുക്ക് ജൈവ വളങ്ങൾ ഉപയോഗിക്കും അല്ലെ. വളങ്ങളിലൊക്കെ എന്തുണ്ടാകും? നൈട്രജൻ ഉണ്ടാകും. അതിൽ തന്നെ നമുക്കറിയാം ജൈവ വളമുണ്ട്, രാസവളമുണ്ട്. ബയോ ഫെർട്ടിലൈസർ അല്ലെങ്കിൽ ഓർഗാനിക് ഫെർട്ടിലൈസർ ഉണ്ട്, അതേപോലെ കെമിക്കൽ ഫെർട്ടിലൈസർ ഉണ്ട്. എന്നാൽ ഈ പറഞ്ഞ ജൈവവളമാണ് ഉപയോഗിക്കണമെങ്കിൽ അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ നമുക്കറിയാം അല്ലെ, ജൈവവളത്തിൽ അത് അതിന്റെ കോസ്റ്റ് വളരെ കുറവായിരിക്കും അല്ലെ. ഈ പറഞ്ഞ രൂപത്തിൽ പരമാവധി ജൈവ വസ്തുക്കൾ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറഞ്ഞ പൈസക്ക് എന്ത് ചെയ്യാൻ പറ്റും? സാധനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനേക്കാൾ ഉപരി എന്താണ്, ഈ സാധനം നമ്മുടെ മണ്ണിലേക്ക് ഒരിക്കലും തന്നെ പൊള്യൂഷൻ ഉണ്ടാക്കൂല. പൊള്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ മണ്ണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ മണ്ണിൻ്റെ ഘടനയെയോ അതിൻ്റെ സ്വഭാവത്തെയോ മാറ്റിമറിക്കുന്നില്ല. രണ്ടാമത്തൊന്ന്, നമുക്ക് കഴിക്കുന്ന ഫുഡ് എന്തായിരിക്കും അല്ലേ? നമുക്ക് ഫ്രീ ആയിട്ട് അഥവാ പിന്നെ ഒരു കീടങ്ങളുമില്ലാതെ, കീടനാശിനികളില്ലാതെ ശുദ്ധമായിട്ടുള്ള പ്യുവറായിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ നിന്ന് കിട്ടും അല്ലേ. നമുക്കറിയാം എൻഡോസൾഫാൻ ഒരു കെമിക്കൽ ഫെർട്ടിലൈസറാണ്. അത് എന്തല്ല, ബയോ ഓർഗാനിക് ഫെർട്ടിലൈസർ അല്ല അല്ലേ. കാസർഗോഡ് പോലുള്ള സ്ഥലത്തൊക്കെ എന്ത് ചെയ്തു? അത് ഉപയോഗിച്ചതോടുകൂടി എന്ത് ചെയ്തു? കശുമാവിൻ തോട്ടത്തിൽ അത് കഴിച്ച ഒരുപാട് ആളുകൾക്ക് എന്ത് ചെയ്തു? ഭയങ്കരമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടായി. ബയോ ഫെർട്ടിലൈസർ ആണെങ്കിൽ ഒരു അസുഖം ഉണ്ടാക്കൂല. നമുക്ക് ശുദ്ധമായിട്ടുള്ള പച്ചക്കറി എന്ത് ചെയ്യാൻ പറ്റും? ഉണ്ടാക്കാൻ പറ്റും അല്ലേ. സ്കൂളിലൊക്കെ നിങ്ങൾ പച്ചക്കറി തോട്ടോ അടുക്കള തോട്ടമൊക്കെ എന്തെങ്കിലുണ്ട് അല്ലേ, അവിടെയൊക്കെ ആ രൂപത്തിൽ പല പേരുകൾ ഇട്ടിട്ടുണ്ട്, നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അതൊക്കെ എന്തിനാണ്? നമുക്ക് രോഗങ്ങളില്ലാത്ത നല്ല ഫുഡ് ഐറ്റംസ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ബയോ ഫെർട്ടിലൈസർ ഉപയോഗിക്കുന്നത്. ഇനി ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ, ഇത് കണ്ടതിന് അറിയാം, ക്ലോറിൻ. കുറച്ച് ആളുകൾക്ക് പേടിപ്പെടുത്തുന്ന ഒരു ചിത്രമാണ്, ഒരു ചോദ്യമാണ് ഇത്. ക്ലോറിൻ നിർമ്മിക്കുന്നതിന് ആവശ്യമായ വസ്തുക്കൾ എന്തെല്ലാമാണ്? നോക്കിയേ, ഇവിടെ രണ്ടുപേരെ നമ്മൾ എടുക്കും. ആരൊക്കെയാണ് രണ്ടുപേര്? ഒന്ന് നമ്മളെ KMnO4 പൊട്ടാഷ്യം പെർമാംഗനേറ്റും പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡും ഉപയോഗിച്ചിട്ടാണ് ക്ലോറിൻ നമ്മൾ നിർമ്മിക്കുന്നത്. ഇത് ജലത്തിലൂടെ കടത്തിവിടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കറിയാം ഇത് രണ്ടും കൂടി കൂടിച്ചേരുന്ന സമയത്ത് ആരെല്ലാം ഉണ്ടാകും എന്നറിയോ? നമുക്കറിയാം ഇത് ചൂടാക്കുമ്പോൾ HCl ഉണ്ട്. ഈ HCl വാതകം ചൂടാകുമ്പോൾ HClന്റെ വാതക രൂപത്തിലുള്ള ഗ്യാഷ്യസ് ആയിട്ടുള്ള ഹൈഡ്രജൻ ക്ലോറൈഡ് വാതകം എന്ത് ചെയ്യും? ക്ലോറിൻ ഗ്യാസിൻ്റെ കൂടെ ഉണ്ടാകും. ഈ ക്ലോറിൻ ഗ്യാസിൻ്റെ കൂടെ ഉണ്ടാകുന്ന HClനെ റിമൂവ് ചെയ്യാൻ, അബ്സോർബ് ചെയ്യാൻ, ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജലത്തിലൂടെ അതിനെ കടത്തിവിടുന്നത്. എന്നാൽ ക്ലോറിൻ വാതകം സൾഫ്യൂരിക് ആസിഡ് കണ്ട് അവിടെ കാണാം, ഇത് H2O ജലത്തിലൂടെ കടത്തിവിടും. അപ്പോൾ ആരൊഴിവായി കിട്ടും? നമ്മൾ പറഞ്ഞ HCl വാതകം ഒഴിവായി കിട്ടും. എന്നാലോ സൾഫ്യൂരിക് ആസിഡിലൂടെയും കടത്തിവിടുന്നുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഈ പറഞ്ഞ ക്ലോറിൻ്റെ നിർമ്മാണ വേളയിൽ ആരുണ്ടാകുന്നുണ്ട് മക്കളെ? H2O ജലം ഉണ്ടാകുന്നുണ്ട്. ഏത് ജലം? സാധാരണ ഈ ജലമല്ല, നേരെ മറിച്ച് ഗ്യാസ് ആയിട്ടുള്ള വാട്ടർ വേപ്പർ, നീരാവി ഉണ്ടാകുന്നുണ്ട്. നീരാവിയെ ആര് അബ്സോർബ് ചെയ്തോളും? H2SO4 സൾഫ്യൂരിക് ആസിഡ് വലിച്ചെടുക്കും. ശോഷകാരകം എന്നാണ് അതിനെ വിളിക്കുക, ഡ്രൈയിങ് ഏജന്റ്. നമുക്ക് 10ാം ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാണ്ട്. ശോഷകാരകമായിട്ട് അഥവാ ജലാംശത്തെ വലിച്ചെടുക്കാനുള്ള ആളാണ് ആര്? H2SO4. ഓക്കെ, ഇനി ബ്ലീച്ചിങ് പൗഡർ നിർമ്മിക്കുന്നത് എങ്ങനെ? നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. സ്ലൈക്കഡ് ലൈമിലേക്ക് അഥവാ നമ്മളെ കുമ്മായത്തിലേക്ക് ക്ലോറിൻ വാതകം കടത്തിവിട്ടാലാണ് ആരെ കിട്ടുക? ബ്ലീച്ചിങ് പൗഡർ നമ്മൾ ഉണ്ടാക്കാറുള്ളത്. ഓക്കെ, യെസ്. ഇനി ഈ പാഠത്തിലെ അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് രാസപ്രവർത്തനങ്ങൾ ഈ പാഠത്തിൽ നമ്മൾ പഠിച്ചു. അതിനെ നമുക്ക് 4 തരത്തിലാക്കാം. സംയോജനം കോമ്പിനേഷൻ, വിഘടനം ഡീകമ്പോസിഷൻ, ആദേശം ഡിസ്പ്ലേസ്മെന്റ്, ദ്വിവിഘടനം ഡബിൾ ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ ABCDEFGH ആളുകളുണ്ട്. ഇതിൽ നിന്ന് എന്തായാലും നമുക്കൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ആദ്യം ഇത് 4ഉം തമ്മിലുള്ള വ്യത്യാസം ഒന്ന് മനസ്സിലാക്കണം. അത് എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. എയും ബിയും കൂടി കൂടിച്ചേർന്ന് 2 റിയാക്റ്റന്റുകൾ അഭികാരകം കൂടിച്ചേർന്ന് ഒന്നായി മാറുക. ഓക്കെ, C+O2 gives CO2 അല്ലേ, അത് ഒന്നാവാണ്. ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഈ പറഞ്ഞ സംയോജനം, കോമ്പിനേഷൻ. എന്നാൽ കോമ്പിനേഷന് നേരെ ഓപ്പോസിറ്റ് ആണ് മക്കളെ വിഘടനം, ഡീകമ്പോസിഷൻ. ഒരാള് വിഘടിച്ചു കണ്ട് 2 ആളായി മാറുക, അതാണ് ഡീകമ്പോസിഷൻ. ഇനിയോ ഇത് നമ്മൾ പറഞ്ഞ മൂന്നാമത്തെ ഡിസ്പ്ലേസ്മെന്റ്, ആദേശം. ഇതാണ് A, ഇതാണ് B, ഇതാണ് C. ഇതിലുള്ള ഈ പറഞ്ഞ A എന്ന് പറയുന്ന ആളെ C എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്തു?
ആദേശം ചെയ്യും. എപ്പോഴാണ് ആദേശം? ഒരാളെ മാറ്റി മറ്റാൾ കയറുക. ഓക്കെ, നമ്മൾ ഇതാ സി എന്ന് പറയുന്ന ആള് എ എന്ന് പറയുന്ന ആൾ അവിടുന്ന് തട്ടി. കാരണം എക്ക് റിയാക്ടിവിറ്റി ക്രിയാശീലത കുറവായിരിക്കും, സിക്ക് ക്രിയാശീലത വളരെ കൂടുതലായിരിക്കും. അപ്പൊ സി എന്ത് ചെയ്തു? എയെ തട്ടി. അപ്പൊ അങ്ങനെ ഈ സി ബി എന്ന് പറയുന്ന അല്ലെങ്കിൽ ബി സി എന്ന് പറയുന്ന ആളുണ്ടായി. പാവം എ പുറത്ത് ഒറ്റക്ക് നിൽക്കേണ്ടി വന്നു, അവിടെ നിൽക്കണം ഒറ്റക്ക്. ഓക്കെ, അതാണ് ഡിസ്പ്ലേസ്മെന്റ്. എന്നാൽ ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് എന്താ? ഇതിലെ എ എന്ന് പറയുന്ന ആള് ബി എന്ന് പറയുന്ന ആളുണ്ട് അല്ലെ. എ എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്യുക? ഇപ്പുറത്തേക്ക് സി എന്ന് പറയുന്ന ആളുടെ സ്ഥാനത്തേക്ക് കയറി നിൽക്കുക. പകരം സിയുടെ സ്ഥാനത്തേക്ക് എ എന്ന് പറയുന്ന ആൾ വരിക. ഓക്കെ, അപ്പൊ കാണാം എ ബിയും സി ഡിയും കൂടി ചേർന്നാൽ എ സിയുടെ അടുത്തേക്ക് പോയി, അഥവാ സി ബി ഉണ്ടായി, എ ഡി ഉണ്ടായി. പരസ്പരം കാറ്റയോണുകളെ, പോസിറ്റീവ് ചാർജുള്ള കാറ്റയോണിനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഡബിൾ ഡിസ്പ്ലേസ്മെന്റ്, ദ്വിവിഘടനം കിട്ടും. അപ്പൊ വേഗത്തിൽ പറയാലോ? യെസ്, വേഗത്തിൽ പറഞ്ഞോ, എന്നിട്ടാണ് നമുക്ക് അടുത്ത ചാപ്റ്റർ എടുക്കാൻ. യെസ്, പറയടാ. എ ബി സി ഡി ഇ എഫ് ജി എച്ച്. ഞാൻ ഒരു 10 സെക്കൻഡ് തരാം, വേഗത്തിൽ ആൻസർ പറയാം. 10 സെക്കൻഡിനുള്ളിൽ ആരൊക്കെയാണ് കോമ്പിനേഷൻ, ആരൊക്കെയാണ് വിഘടനം, ആരൊക്കെയാണ് ആദേശം, ആരൊക്കെയാണ് ദ്വിവിഘടനം. വേഗത്തിൽ സ്പീഡ്. യെസ്, വരട്ടെ, ഉത്തരം വരട്ടെ, നോക്കാം. യെസ്, ഒരാള് വിഘടിച്ച് നേരെ എന്തായിടാ? രണ്ടെണ്ണായി മാറി. KCl വിഘടിച്ച് രണ്ടാളായി. അപ്പൊ അതേക്കരം വരിക വിഘടനം. നമ്മളിവിടെ ഇതാണ് എ എന്ന് പറയുന്ന ആള് വിഘടനമാണ്. CaCO3 കാൽഷ്യം കാർബണേറ്റ് ഹീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വിഘടിച്ച് രണ്ടാളായി മാറും, അവിടെയും വിഘടിക്കലാണ് ബി. HI എന്ന് പറയുന്ന ആള് രണ്ടാളായി മാറുന്നു, അതും വിഘടിക്കലാണ് സി. KCl-ഉം AgNO3 കൂടി ചേർന്നാണ് AgCl-ഉം KNO3 ആയി. എടാ K ഇങ്ങോട്ട് പോയി, Ag ഇങ്ങോട്ട് പോയി, അപ്പോഴാണ് AgCl-ഉം KNO3-ഉം. ദ്വിവിഘടനം, ഡബിൾ ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഡി എവിടെ വരും? ഇവിടെ. Mg-യും HCl-ഉം ഒരു മെറ്റൽ ആസിഡുമായി പ്രവർത്തിച്ചാൽ ആദേശം അല്ലെ, ആരാണ്? ഇ. എഫ്, ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്നാണ് H2 ഉണ്ടായി അല്ലെ, കൂടിച്ചേരലാണ്. അപ്പൊ എഫ് ആരാണ്? കോമ്പിനേഷൻ. Mg-യും HSO4 നേരത്തെ പറയുമ്പോൾ തന്നെ ഒരു മെറ്റൽ ഒരു ആസിഡ്, അതാരായിരിക്കും? ജി ആയിരിക്കും അല്ലെ. ജി ആരാണ്? ഡിസ്പ്ലേസ്മെന്റ്. സോഡിയം സൾഫേറ്റും ബേരിയം ക്ലോറൈഡും, സോഡിയം ഇങ്ങോട്ട് പോകും, ബേരിയം ഇങ്ങോട്ട് വരും, ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് ആണ് H. അപ്പൊ കണ്ടോ, വളരെ എളുപ്പത്തിൽ ഏതൊരു രാസപ്രവർത്തനത്തെയും കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കേണ്ടതുണ്ട്. അതിനു വേണ്ട ടെക്നിക്കാണ് എന്ത് ചെയ്തത്, നമ്മളിവിടെ പറഞ്ഞത്. എന്ത് ചെയ്യാം, നമുക്ക് ഈ രൂപത്തിൽ കാര്യങ്ങളെ ഒരു ചിത്രത്തിലൂടെ മനസ്സിലാക്കിയെടുക്കും. ഓക്കെ, അപ്പോൾ 6ാമത്തെ പാഠവും ഫിനിഷ്. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഒരു 2 സെക്കൻഡ് ഒന്ന് കണ്ണടച്ച് നമ്മൾ 2 ചാപ്റ്റർ കുറഞ്ഞ സമയത്തിനുള്ളിൽ എന്ത് ചെയ്തിരിക്കുന്നു, പഠിച്ചു തീർത്തു. ഓക്കെ, ഇനി കണ്ണു തുറക്കാം. തുറന്നോ, ഉറങ്ങി പോകരുത്. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. ഇതാ കാർബണിൻ്റെ ലോകം, 7ാമത്തെ അവസാനത്തെ ചാപ്റ്ററാണ് നമുക്കുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പറയാം. ഓക്കെ, 7ാമത്തെ ചാപ്റ്ററിലേക്ക് പറയാം. ഓക്കെ, ഇത് വർക്ക് ചെയ്യണില്ല. യെസ്, 7ാമത്തെ പാഠം കാർബണിനെ കുറിച്ച് മാത്രമാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. നോക്കിക്കോ, 4 ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ഗ്രാഫൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നുള്ളത് തിരഞ്ഞെടുത്ത് ഇതാണ്. കഴിഞ്ഞ ഓർമ്മ ശരിയാണ് 2021 ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ഓക്കെ, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും, വൈദ്യുത ചാലകമാണ്, കാഠിന്യം കൂടുതലാണ്, ബാഷ്പീകരണശീലമില്ല, ഉയർന്ന താപചലനം. അപ്പം നമുക്കറിയാം കാർബണിൻ്റെ അലോട്രോപ്പുകൾ, രൂപാന്തരങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. 4 പേരുണ്ടായിരുന്നു, വജ്രം, ഡയമണ്ട്, ഗ്രാഫൈറ്റ് അല്ലേ, ഗ്രഫീൻ ആൻഡ് ഫുള്ളറിൻ. ഇതായിരുന്നു 4 പേര്. അപ്പോൾ നോക്കാം, നമുക്ക് ഇതിൽ ഗ്രാഫൈറ്റുമായി ബന്ധപ്പെട്ടതാണ്. പറയടാ, വേഗത്തെ ആൻസർ പറഞ്ഞേ, ഏതൊക്കെ വരും? ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യൂലേ? കണ്ടക്ട് ചെയ്യും. കാരണം എന്താ, ഗ്രാഫൈറ്റിനകത്ത് ഫ്രീ ഇലക്ട്രോൺ ഉണ്ട്, വജ്രത്തിനകത്ത് ഫ്രീ ഇലക്ട്രോൺ ഇല്ലാത്തതിനാൽ വജ്രം, ഡയമണ്ട് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യൂല, പക്ഷെ ഗ്രാഫൈറ്റ് കണ്ടക്ട് ചെയ്യും. വെരി ഹാർഡാണ്, അത് വജ്രത്തിൻ്റെതാണ്, ഗ്രാഫൈറ്റിൻ്റെതല്ല. ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള ആളാണ്. നോൺ വളട്ടൈൽ ആണ്, ബാഷ്പീകരിക്കുന്ന സ്വഭാവമില്ല. അതാരുടെ സ്വഭാവമാണ്? ഈ പറഞ്ഞ ഗ്രാഫൈറ്റിന്റെ സ്വഭാവമാണ്. ഓക്കെ, ഇനിയോ തെർമൽ കണ്ടക്ടിവിറ്റി ഉണ്ട്, ഉയർന്ന താപചാലകതയുണ്ട്. അതാരുടെ സ്വഭാവ? അത് വജ്രത്തിന്റെ സ്വഭാവമാണ്. ഗ്രാഫൈറ്റിന് ഉയർന്ന താപചാലകത ഒന്നും ഇല്ല.
ഓക്കെ, അപ്പൊ ഇതിലെ ഈ പറഞ്ഞതില് ഒന്നാമത്തെയും മൂന്നാമത്തെയാണ് ഗ്രാഫൈറ്റ്, 2ഉം 4ഉം ആരാണ്? ഈ പറഞ്ഞ വജ്രമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് അറിയാം. വജ്രം എവിടെയൊക്കെ ഉപയോഗിക്കല്? ആഭരണങ്ങൾ ഉണ്ടാക്കാൻ, അതേപോലെ തന്നെ ഗ്ലാസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും അല്ലേ. ഗ്രാഫൈറ്റ് എവിടെയൊക്കെ ഉപയോഗിക്കുന്നത്? പെൻസിൽ ലെഡിൽ, നമ്മൾ പെൻസിൽ എടുത്ത് നോക്കിയാൽ മതി അല്ലേ, ആ ഗ്രേ കളർ ഭാഗമാണ്. അപ്പോൾ പെൻസിൽ ലെഡ് നിർമ്മിക്കാൻ, ഡ്രൈ സെല്ലിലെ ഇലക്ട്രോഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ, അതായത് നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ബാഷ്പീകരണ സ്വഭാവം ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്നേഹകമായിട്ട് ലുബ്രിക്കൻ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ആരുപയോഗിക്കും? ഗ്രാഫൈറ്റ് ഉപയോഗിക്കും. ചില ലോഹങ്ങളുടെ നിർമ്മാണം നമുക്ക് അടുത്തെല്ലാം പഠിക്കുന്നുണ്ട്. ലോഹങ്ങളുടെ നിർമ്മാണത്തിന് ആരും ഉപയോഗിക്കുന്നുണ്ട്? ഗ്രാഫൈറ്റ് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. യെസ്, ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാർബൺ മോണോക്സൈഡിനെ കുറിച്ചും കാർബൺ ഡയോക്സൈഡിനെ കുറിച്ചും ഒരുപാട് സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. അത് സെലക്ട് ചെയ്യാനാണ്. വേഗം പറഞ്ഞോടാ. നമുക്കിവിടെ രണ്ടുണ്ട്. മലയാളം മീഡിയംകാർക്ക് മലയാളമുണ്ട്, ഇംഗ്ലീഷ് മീഡിയംകാർക്ക് ഇംഗ്ലീഷ് ഉണ്ട്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഉത്തരം കണ്ടെത്താൻ പറ്റണം. ഓക്കെ. കാർബൺ സംയുക്തങ്ങളുടെ അപൂർണ ജ്വലന ഫലമായി ഉണ്ടാകുന്നു. അപൂർണ ജ്വലന ഫലമായിട്ട് ഉണ്ടാകുന്നു. എന്താ അപൂർണ ജ്വലന ഫലനം? ഇൻകംപ്ലീറ്റ് കമ്പഷൻ ആയിട്ട് ഉണ്ടാവുന്നത് ആരാ? നമുക്കറിയാം. ഇതിന് കൃത്യമായി മനസ്സിലാക്കുന്ന പോയിന്റ് എന്താ വെച്ചാൽ, കാർബണും ഓക്സിജനും കൂടി ചേർന്നാൽ സാധാരണ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുക. അപ്പൊ കാർബണിന്റെ അളവ് കൂടുതൽ, ഓക്സിജന്റെ അളവ് കുറവ്, ഇങ്ങനെയാണെങ്കിൽ കാർബൺ മോണോക്സൈഡ് ഉണ്ടാവുക. സാധാരണ എന്താ കഴിക്കല്? സാധാരണ കാർബണിന്റെ അളവ് കുറവായിരിക്കും, ഇഷ്ടം പോലെ ഓക്സിജൻ ഉണ്ടെങ്കിൽ, ഓക്സിജന്റെ അളവ് കൂടുതലുണ്ടെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും. ഇത് കംപ്ലീറ്റ് കമ്പഷനാണ്, പൂർണ്ണ ജ്വലനമാണ്. ഇത് ഇൻകംപ്ലീറ്റ് കമ്പഷനാണ്, അപൂർണ ജ്വലനമാണ്. അപ്പോൾ ഈ പറഞ്ഞതിൽ കാർബൺ അപൂർണ ജ്വലന ഫലമായി ഉണ്ടാകുന്നത് ഏതാണ്? നമ്മൾക്കറിയാം. ആരായിരിക്കും? ഈ പറഞ്ഞ കാർബൺ മോണോക്സൈഡ് ആണ് കേട്ടോ. ജലീയ ലായനി ആസിഡ് സ്വഭാവം കാണിക്കുന്നു. അതാരാടാ? കാർബൺ ഡയോക്സൈഡ് ആണ്. നമ്മൾ പറഞ്ഞു കാർബൺ ഡൈ ഓക്സൈഡിനെ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യിപ്പിച്ചാൽ കാർബോണിക് ആസിഡ് കിട്ടും. ആസിഡ് സ്വഭാവമാണ്. കാർബൺ മോണോക്സൈഡ് ആസിഡുമല്ല, ബേസുമല്ല, ന്യൂട്രൽ സ്വഭാവം കാണിക്കുന്നതാണ് ആര്? കാർബൺ മോണോക്സൈഡ്. വിഷകരമായ വാതകമാണ്, പോയിസണസ് ഗ്യാസ് ആണ്. ആരാ മക്കളെ പോയിസണസ് ഗ്യാസ്? കാർബൺ മോണോക്സൈഡ് അല്ലേ. നമ്മൾ പറയുന്നു സിഗരറ്റ് വലിക്കുന്ന ആളുകളൊക്കെ എപ്പോഴും ചുമച്ചുകൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ് ചുമക്കുന്നത്? ഇഷ്ടം ഉണ്ടായിട്ടാണോ? അല്ല, സിഗരറ്റ് കത്തിക്കുമ്പോൾ അപൂർണ ജ്വലനമാണ്, കാർബൺ മോണോക്സൈഡ് ഉണ്ടാകും. കാർബൺ മോണോക്സൈഡ് ഹീമോഗ്ലോബിനുമായി കൂടിച്ചേർന്നാൽ കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകും. ഹീമോഗ്ലോബിന്റെ സ്വഭാവം എന്താ? ഓക്സിജൻ വാതകത്തെ വഹിക്കുക എന്നുള്ളതാണ്, ഓക്സിജൻ സെല്ലുകളിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്സിജന് പകരം ഓക്സി ഹീമോഗ്ലോബിന് പകരം കാർബൺ മോണോക്സൈഡ് അടങ്ങിയ ഹീമോഗ്ലോബിൻ ആണെങ്കിൽ അതിനെ ഓക്സിജനെ ക്യാരി ചെയ്യാനുള്ള, വഹിക്കാനുള്ള ശേഷി ഉണ്ടാവൂല. സ്വാഭാവികമായിട്ടും സെല്ലുകൾക്ക് എന്ത് കിട്ടൂല? ഓക്സിജൻ ഗ്യാസ് കിട്ടൂല. സ്വാഭാവികമായിട്ടും ആൾ എന്ത് ചെയ്യും? അല്ലേ, എന്ത് ചെയ്യും? ചുമക്കാൻ തുടങ്ങും. യെസ്. ഇന്ധനമായിട്ട് ഉപയോഗിക്കും. അതിന് മുന്നേ അഗ്നിശമനിയിൽ ഉപയോഗിക്കുന്നു. ഫയർ എക്സ്റ്റിങ്ക്വിഷർ ആയിട്ട് ആരാണ് ഉപയോഗിക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. കാർബൺ ഡൈ ഓക്സൈഡ് എന്താണ്? തീയിനെ പെട്ടെന്ന് കെടുത്തുന്ന വാതകമാണ് അല്ലേ. ഇന്ധനമായിട്ട് ഉപയോഗിക്കാം അല്ലേ. പ്രൊഡ്യൂസർ ഗ്യാസ്, വാട്ടർ ഗ്യാസ്. പ്രൊഡ്യൂസർ ഗ്യാസ് എന്താ? കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും. വാട്ടർ ഗ്യാസ് എന്താ? പ്രൊഡ്യൂസർ ഗ്യാസ് കാർബൺ മോണോക്സൈഡും നൈട്രജനും. വാട്ടർ ഗ്യാസ് എന്താ? കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും. ഇത് രണ്ടും എന്താണ്? വാതക ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്ന ആളാണ് കാർബൺ മോണോക്സൈഡ് ഉള്ളത്. കാർബൺ സംയുക്തങ്ങളുടെ പൂർണ്ണ ജ്വലന ഫലമായി ഉണ്ടാകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. കംപ്ലീറ്റ് കമ്പഷൻ ആണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബണേറ്റുകൾ, ബൈകാർബണേറ്റുകൾ എന്നിവയിൽ നിന്നും നിർമ്മിക്കാം. അതാരാണ്? ഈ പറഞ്ഞ കാർബൺ ഡൈ ഓക്സൈഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഒരു കാർബണേറ്റോ ബൈകാർബണേറ്റോ ആസിഡുമായി പ്രവർത്തിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ്. പ്രൊഡ്യൂസർ ഗ്യാസ്, വാട്ടർ ഗ്യാസ് എന്താണ്? അതാരാണ്? കാർബൺ മോണോക്സൈഡ്. അപ്പോൾ ഓരോന്നിനെ കുറിച്ചും കൃത്യമായ ഐഡിയ ഉണ്ടാവണം. എവിടേക്കാണ് ഉപയോഗിക്കുക? ഡ്രൈ ഐസ് കുറേ തവണ കൊന്ന ക്വസ്റ്റ്യൻ ആണ്. ഡ്രൈ ഐസ് എന്താ മക്കളെ? സ്റ്റേജ് ഷോകളിൽ അല്ലെ, ഫോഗി എഫക്റ്റ് അല്ലെ, ഒരു പുക പോലെ ഉണ്ടാക്കുന്ന സാധനമായിരുന്നു ഇത് ഡ്രൈ ഐസ്. സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് അഥവാ ഖരരൂപത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ആണ് എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. സോഡാ വാട്ടർ ഉണ്ടാക്കണമെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് വേണം. ഇങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. കാർബൺ മോണോക്സൈഡ് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ചില എന്തിനു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും? നിരോക്സീകാരിയായിട്ട് ലോഹങ്ങളുടെയൊക്കെ നിർമ്മാണത്തിന്, കറക്റ്റ് പറയുകയാണെങ്കിൽ ഇരുമ്പിൻ്റെ നിർമ്മാണത്തിന് നിരോക്സീകാരി ആരാണ്? ഈ പറഞ്ഞ കാർബൺ മോണോക്സൈഡ് ആണ് കേട്ടോ. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. പിന്നെ നേരത്തെ പറഞ്ഞ വാട്ടർ ഗ്യാസ്, പ്രൊഡ്യൂസർ ഗ്യാസ് ഒക്കെ ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുക. അപ്പോൾ ഗുണങ്ങളും പ്രത്യേകതകളും നിർമ്മാണവും കൃത്യമായി അറിയണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
കാർബണിന്റെ ഓരോ അലോട്രോപ്പ് രൂപാന്തരങ്ങൾ കൊടുത്തിട്ടുണ്ട്. വജ്രം, മരക്കരി, ഗ്രാഫൈറ്റ്, എല്ലുകരി, കോക്ക്. രൂപാന്തരത്വം എന്നാൽ എന്താ മക്കളെ? അലോട്രോപ്പി ഒരു പദാർത്ഥം അല്ലെങ്കിൽ ഒരു മൂലകം തന്നെ വ്യത്യസ്ത സ്വഭാവം അല്ലെങ്കിൽ വ്യത്യസ്ത അവസ്ഥകളിൽ, സ്വഭാവം എന്ന് പറയാൻ പറ്റില്ല, വ്യത്യസ്ത അവസ്ഥകളിൽ കാണുന്ന രൂപമാണ് രൂപാന്തരത്വം അല്ലെ. കാർബൺ ഈ പറഞ്ഞ എല്ലാ രൂപത്തിലും കാണപ്പെടുന്നു. അപ്പൊ നമുക്ക് ഇതൊക്കെ കാർബണിന്റെ രൂപാന്തരത്വമാണ് അല്ലെങ്കിൽ അലോട്രോപ്സ് ആണെന്ന് പറയാം. കാർബണിന്റെ ക്രിസ്റ്റലീയ രൂപാന്തരത്വങ്ങൾ ഏതൊക്കെയാണ്? കാർബണ് രണ്ട് രൂപത്തിൽ കാണപ്പെടും. ക്രിസ്റ്റൽ ആയിട്ടുള്ള അലോട്രോപ്പ് ഉണ്ട്, അതേപോലെ തന്നെ അമോർഫസ് ആയ അലോട്രോപ്പ് ഉണ്ട്. അമോർഫസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഓർഡർ ഒന്നും ഉണ്ടാവില്ല. ക്രിസ്റ്റൽ ആയിട്ടുള്ള നിറൽ ഓരോ തന്മാത്രകളും കണികകളും കറക്റ്റ് ഓർഡറാണ്, അതാണ് ക്രിസ്റ്റൽ. ഓക്കെ. എന്നാൽ അമോർഫസ് എന്ന് പറഞ്ഞാൽ ഓർഡർ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ. അപ്പോൾ ഇതിലെ ക്രിസ്റ്റൽ ആയിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണെന്നുള്ളതാണ്. ഡയമണ്ട് ക്രിസ്റ്റലാണ്, ഗ്രാഫൈറ്റും ക്രിസ്റ്റലാണ് കേട്ടോ. ബാക്കിയുള്ളൊന്നും ക്രിസ്റ്റൽ അല്ല, ബാക്കിയുള്ളൊക്കെ അമോർഫസ് ആണ്. വുഡ് ചാർക്കോള്, ബോൺ ചാർക്കോള്, കോക്കൊക്കെ അമോർഫസ് ആയിട്ടുള്ള കാർബണിന്റെ രൂപാന്തരത്വമാണ്. ക്രിസ്റ്റലീയ രൂപാന്തരത്തിലുള്ള ഓരോ ഉപയോഗം എഴുതുക. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. ഡയമണ്ടിന്റെ ഉപയോഗം നമുക്കറിയാം, ഗ്രാഫൈറ്റിന്റെ ഉപയോഗം നമ്മൾ നേരത്തെ പറഞ്ഞതുകൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇനി അല്ലെ കണ്ടത്ര മനസ്സിലാക്കാം. ഈ ഒരു ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഓർഗാനിക് കെമിസ്ട്രി. മറന്നില്ലല്ലോ. അടുത്ത കൊല്ലം 2 പാഠമാണ് മക്കളെ. 2 പാഠം നമുക്ക് ഓർഗാനിക് കെമിസ്ട്രി പഠിക്കാനുണ്ട്. നോക്കിക്കോ, സ്ട്രക്ചറൽ ഫോർമുല ഇവിടെ കൊടുത്തിട്ടുണ്ട്. സി അല്ലെ, ഡബിൾ ബോണ്ട് സി. ഈ പറഞ്ഞതിലെ ഇവിടെ ക്വസ്റ്റ്യൻ കട്ടായി പോയി അല്ലെ. ഏതു തരം സഹസംയോജക ബന്ധനമാണ് 2 കാർബൺ ആറ്റം തമ്മിലുള്ളത്? ദ്വിബന്ധനമാണ് അല്ലെ. നമുക്കറിയാം കാർബണുകൾ ഏകബന്ധനം ഉണ്ടാക്കും, ദ്വിബന്ധനം ഉണ്ടാക്കും, ത്രിബന്ധനവും ഉണ്ടാക്കും. അതിനുള്ള കഴിവാർക്കുണ്ട്? കാർബണിനുണ്ട്. ഇവിടെ ദ്വിബന്ധനമാണ്, ഡബിൾ ബോണ്ടാണ്. ഹൈഡ്രോ കാർബൺ, ഇവിടെ കുറച്ച് കട്ടായി പോയതാണ്. ഹൈഡ്രോ കാർബണുകൾ എന്നാൽ എന്ത്? കാർബണും ഹൈഡ്രജനും മാത്രം അടങ്ങിയ സംയുക്തങ്ങളെ വിളിച്ച പേരായിരുന്നു ഹൈഡ്രോ കാർബൺ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക വിളിച്ചിട്ടുണ്ടാവുക. കാർബണും ഹൈഡ്രജനും മാത്രം അടങ്ങിയ സംയുക്തങ്ങൾ. എന്തുകൊണ്ടാണ് മക്കളെ നമ്മൾ ഇതൊക്കെ എല്ലാ ഓർഗാനിക് സംയുക്തങ്ങളും എന്താണ്? ഹൈഡ്രോ കാർബണുകൾ ആയിട്ടുള്ള സംഗതികൾ ആണോ? അല്ല. ഹൈഡ്രോ കാർബൺ എന്ന് പറയുമ്പോൾ കാർബണും ഹൈഡ്രജനും മാത്രമാണ്. ഓക്കെ. എന്നാൽ എല്ലാ ഓർഗാനിക്കും ഹൈഡ്രോ കാർബൺ ഒരു നിർബന്ധമില്ല. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന എത്തനോൾ, മദ്യമായിട്ട് ഉപയോഗിക്കുന്ന എത്തനോൾ ഒരു ഓർഗാനിക് ആണ്, പക്ഷേ ഹൈഡ്രോ കാർബൺ ആണ്, കാരണം അതിൽ ഓക്സിജൻ ഉണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന വിനെഗർ അല്ലെ, വിനാഗിരി അസറ്റിക് ആസിഡ് ആണ്, അത് ഓർഗാനിക് കോമ്പൗണ്ട് ആണ്, പക്ഷെ എന്തല്ല നമ്മൾ പറയുന്ന ഹൈഡ്രോ കാർബൺ അല്ല, കാരണം അതിൽ COOH ഒരു ഓക്സിജൻ ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ എല്ലാ ഹൈഡ്രോ കാർബണും ഓർഗാനിക് ആവണമെന്നില്ല, പക്ഷെ എല്ലാ ഹൈഡ്രോ കാർബണും ഓർഗാനിക് ആണ്, പക്ഷെ എല്ലാ ഓർഗാനിക് സംയുക്തങ്ങളും ഹൈഡ്രോ കാർബൺ ആവണമെന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ ഗ്ലൂക്കോസ്, എത്തനോള്, അസറ്റിക് ആസിഡ് ഇതൊക്കെ എന്താണ്? ഓർഗാനിക് ആണ്, പക്ഷെ ഹൈഡ്രോ കാർബൺ അല്ല കേട്ടോ. ഓക്കെ. എന്തുകൊണ്ടാണ് ഓർഗാനിക് സംയുക്തങ്ങൾക്ക് ഇത്രയധികം സംയുക്തങ്ങൾ ഉണ്ടാവാൻ, കോമ്പൗണ്ട്സ് ഉണ്ടാകാൻ കാരണം? ഒന്ന് നമ്മൾ പറഞ്ഞ പോലെ കാർബണിന്റെ പ്രത്യേകത എന്താ? കാർബണിന്റെ വാലൻസി 4 പറഞ്ഞ അർത്ഥം എന്താ? 4 വ്യത്യസ്ത ആളുകളുമായി കൂടിച്ചേരാൻ പറ്റും. ഹൈഡ്രജനുമായി മാത്രം കൂടിച്ചേർന്ന് നമ്മൾ മീഥേൻ എന്ന് വിളിക്കും. അതല്ല, OH വന്നാൽ നമുക്ക് മെത്തനോൾ എന്ന് വിളിക്കാം. നേരത്തെ പറഞ്ഞ പോലെ COOH വരാം, അല്ലെങ്കിൽ Cl വരാം, ആരുമായിട്ടും കൂടിച്ചേരാം. അപ്പൊ കാർബണിന്റെ വാലൻസി 4 ഒരു പ്രത്യേകത. രണ്ടാമത്തെ എന്താ? കാർബണിന്റെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവം ഉണ്ട്. എന്താ ഈ സ്വഭാവം? കാറ്റിനേഷൻ അല്ലെ. നമുക്കറിയാലോ കാറ്റിനേഷൻ എന്ന് പറഞ്ഞാൽ കാർബൺ മറ്റു കാർബൺ ആറ്റങ്ങളുമായി വലിയ ചെയിനുകൾ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ നമുക്കറിയാം C12H22O11 ധാരാ നമ്മളെ പഞ്ചസാര, ഷുഗറാണ്. ഷുഗറിൽ നോക്കിയാൽ 12 കാർബൺ ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. 12 പറ്റുള്ളൂ, 20 പറ്റുള്ളൂ, 40, 50, 100 എത്ര പറ്റും? 1000കണക്കിന് കാർബൺ ആറ്റം ഇങ്ങനെ ചെയിനായിട്ട് നിൽക്കാൻ പറ്റും. ആ സ്വഭാവത്തെ നമ്മൾ വിളിച്ച പേരായിരുന്നു കാറ്റനേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 1 വേർഡ് മിക്കവാറും ചോദിക്കും. ഓക്കെ. ഇനിയോ കാർബൺ ആറ്റങ്ങൾക്ക് ഏകബന്ധനം ഉണ്ടാക്കാം, ദ്വിബന്ധനം ഉണ്ടാക്കാം, ത്രിബന്ധനം ഉണ്ടാക്കാം. അത് മൂന്നാമത്തെ പ്രത്യേകത. കാർബൺ ആറ്റങ്ങൾ തമ്മിൽ വലയ സംയുക്തങ്ങൾ ഉണ്ടാക്കാം. തുടങ്ങിയോടെ തന്നെ അവസാനിക്കുന്ന രൂപത്തിൽ. ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു തുടക്കമുണ്ട്, ഒരു ഒടുക്കുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ വേറൊന്ന് പറയുകയാണെങ്കിൽ, ഇപ്പൊ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാർബൺ 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 കേട്ടോ. ഇവിടെ തുടക്കൂല ഒടുക്കൂല. അങ്ങനത്തെ വലയ സംയുക്തങ്ങൾ, സൈക്ലോ കോമ്പൗണ്ടുകൾ ഉണ്ടാക്കാം, ബ്രാഞ്ചുകൾ, ശാഖകൾ ഉണ്ടാക്കാം. ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേകത കൊണ്ടാണ് കാർബൺ ഒരു മജീഷ്യനെ പോലെ, ഒരു മാന്ത്രിക ജാലക വിദ്യ കാണിക്കുന്ന ആളെപ്പോലെയാണ് ആര്? കാർബൺ എന്ന് പറയും. കാരണം ഇത്രയും അധികം സംയുക്തങ്ങൾ, മില്യൺ കണക്കിന് അല്ലെ, കോടിക്കണക്കിന് സംയുക്തങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. കോടിക്കണക്കിന് നമ്മൾ കണ്ടുപിടിച്ചു കൊണ്ടിരിക്കുന്നു. ഇനിയും കോടിക്കണക്കിന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കണ്ടെത്താനും സാധിക്കും. അത്രയും വലിയൊരു മജീഷ്യനാണ് ആര്? കാർബൺ. അപ്പോൾ കാർബണിന്റെ കാര്യത്തിൽ അലോട്രോപ്പ് പഠിക്കണം, അതിൻ്റെ വ്യത്യസ്തങ്ങളായ രൂപങ്ങൾ പഠിക്കണം, വജ്രം, ഗ്രാഫൈറ്റ്, ഗ്രഫീന് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കണം.
അതേപോലെ തന്നെ എന്ത് പഠിക്കണം? കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, അതിൻ്റെ പ്രത്യേകതകളും ഉപയോഗങ്ങളും, അതേപോലെ തന്നെ പിന്നെ നമ്മൾ പഠിച്ചതാരാ? ഓർഗാനിക് സംയുക്തം അല്ലേ? ഇത്രയും ആളെക്കുറിച്ച് കൃത്യമായി നമ്മൾ പഠിക്കണം. എടാ കുറഞ്ഞ സമയത്തിനുള്ളിൽ, ഒരു മണിക്കൂർ പോലും ആവുന്ന ഈ സമയത്തിനുള്ളിൽ നമ്മൾ 3 ചാപ്റ്ററാണ് എന്ത് ചെയ്തത് മക്കളെ പഠിച്ചത്. കൃത്യമായി പഠിച്ചാൽ ഒരുപാട് ഇതിൽ നമ്മൾ ചാപ്റ്ററിന് ഓൾമോസ്റ്റ് ഭാഗവും ഒരു 95% ഭാഗവും നമ്മൾ ചെയ്തിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പ്രീവിയസ് ഇയറിൽ വന്ന ക്വസ്റ്റ്യനിലൂടെ, ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യനിലൂടെ നമുക്ക് ഈ ചോദ്യങ്ങളെ വീണ്ടും പ്രതീക്ഷിക്കാം. ഇത് ഇതേപോലെ ചോദിക്കുന്നല്ല പറഞ്ഞത്, നേരെ മറിച്ച് എന്ത് ചെയ്യും? ഈ പറഞ്ഞതിൽ നിന്ന് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റിക്കാണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അത് കൃത്യമായി തിയറി അറിയുന്നവർക്ക്, കാര്യങ്ങൾ പഠിച്ചവർക്ക് ഉത്തരം എഴുതാൻ സാധിക്കും. അപ്പം എല്ലാവർക്കും ഇനിയും നമുക്ക് ഈ പറഞ്ഞ 3 ചാപ്റ്റേഴ്സ് മാത്രമല്ല, അതിൻ്റെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നമുക്ക് ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ ഇതേ ചാനൽ തന്നെ ഇനി റിലീസ് ചെയ്യും. ഫിസിക്സിൻ്റെയും മാത്സിൻ്റെയും ബയോളജിയുടെയും ഒക്കെ ക്വസ്റ്റ്യൻസ് ഇതാ വന്നുകൊണ്ടിരിക്കുന്നു. ഫിസിക്സിൻ്റെ ഒക്കെ ഓൾറെഡി വന്നു കഴിഞ്ഞു. ആ രൂപത്തിൽ എന്ത് ചെയ്യുക? കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ പഠിക്കുക. കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പഠിക്കുക. ഇതൊക്കെ പഠിച്ചേ പറ്റൂ. കാരണം ഇതിനൊക്കെ ബാക്കിയാണ് ഇവിടെ ഉള്ളത്, 10ലുള്ളത്. സ്വാഭാവികമായിട്ടും 10 നമുക്ക് വളരെ പെട്ടെന്ന് A+ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിയർ ആക്കിയാൽ 10 ഈസി ആയിട്ട് തോന്നും. ഇവിടെ പഠിച്ചില്ലെങ്കിലോ 10 പ്രയാസമായി തോന്നും. അപ്പോൾ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി നല്ല മക്കളായിട്ട് മാറുക. ഈ ഒരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും നിങ്ങൾ എന്ത് ചെയ്യുക? ഷെയർ ചെയ്യണം, നിർബന്ധമായിട്ട് ഷെയർ ചെയ്യണം. അവർക്ക് എന്ത് ചെയ്യട്ടെ? അവർ കൂടി പഠിക്കട്ടെ. കാരണം അത്രയും ഫ്രീ ആയിട്ടാണ് ഈ ഒരു കോഴ്സ് നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഇതിൻ്റെ പിന്നിൽ നല്ലൊരു എഫേർട്ട് ഉണ്ട്. നമ്മൾ ഫാക്കൽറ്റീസ് ഒരുപാട് ടൈം എടുത്ത് ചെയ്യുന്ന സംഗതിയാണ്. ആ നിലയ്ക്ക് ഇതിനെ നമുക്ക് പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ നിങ്ങൾ കൂടി എന്ത് ചെയ്യണം? ഉണ്ടാവണം എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് എക്സാമിന് തകർത്ത് പഠിക്കുക. A+ നമ്മുടെ കൈകളിൽ ഭദ്രമാവണം. അപ്പോൾ മറ്റൊരു ദിവസം നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും കാണാം. ഗുഡ് ബൈ.